Okay, in ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. നെറ്റ്വർക്കിംഗ് ആണ് നമ്മുടെ ടോപ്പിക്. നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് അറിയാം, കണക്ഷൻ ഓഫ് ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന നെറ്റ്വർക്ക്. ദാറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഡിവൈസസ് ആർ കണക്റ്റഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഈസ് കൺസിഡർ ആസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്. ജനറൽ ഐഡിയയിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണത്. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങളുള്ളൂ. ഒന്നിൽ കൂടുതൽ ഡിവൈസസുകൾ, കമ്മ്യൂണിക്കേഷൻ ആസ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിസോഴ്സ് ഷെയറിംഗിന്റെ ഭാഗമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്നുള്ള രീതിയിൽ പറയാം. ഫോർ കമ്മ്യൂണിക്കേഷൻ, ഏത് രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ നീഡ് ഓഫ് പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ ഇസ് നത്തിങ് ബട്ട് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നമ്മൾ ചെയ്യാറ്. ഇവിടെ കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. കമ്മ്യൂണിക്കേഷൻ മീൻസ് ഇൻഫർമേഷൻ പാസേജ് ആയിരിക്കില്ല, ഷെയറിംഗ് ആയിരിക്കും. ഷെയറിംഗ് എന്ന് പറയുന്നത് ഏത് രീതിയിൽ ഷെയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിനകത്തുണ്ട്. ഇവിടെ നമ്മൾ ആ കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു കരിക്കുലം ഡിസൈൻ ചെയ്തതിനകത്ത് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പ്രോട്ടോകോളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നോർമലി കരിക്കുലം ഡിസൈനിനകത്ത് നമ്മൾ ആദ്യം നെറ്റ്വർക്ക് ഏതാണെന്നുള്ളതും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്സിനെ കുറിച്ച്, എന്താ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സുകളെ ഏതൊക്കെ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും അതിന്റെ ഒരു കാറ്റഗറിയിൽ നിന്ന് തുടങ്ങും. അപ്പൊ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. നമുക്ക് ലാൻ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷനെ കുറിച്ച് അറിയായിരിക്കും. ഓർഗനൈസേഷൻ എങ്ങനെയാണ് കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിരിക്കുന്നത്, എത്ര ഡിസ്റ്റൻസിനകത്ത് എത്ര കപ്പാസിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ലാൻ കേട്ടിട്ടുണ്ടോ? ലാൻ എന്താണോ? ലാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഫുൾ ഫോം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. നിങ്ങൾ BCA സ്റ്റുഡൻസ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വേറെ ഏതൊക്കെ തരത്തിലുള്ള ആർക്കിടെക്ചേഴ്സ് ഉണ്ട്? കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ കുറിച്ച് ഫെമിലിയറാ? നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ആണോ? കേട്ടില്ല. നെറ്റ്വർക്കിന്റെ വാൻ മാൻ എന്ന് പറയുന്ന പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എത്ര സിസ്റ്റംസ് എത്ര ഡിസ്റ്റൻസിൽ റിമോട്ട് ലൊക്കേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ പലതരത്തിൽ, അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾക്ക് പല രീതിയിലുള്ള റൂൾസ് ആയിരിക്കും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഇൻഫർമേഷൻ കൈമാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചില റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ഇതേപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചില റൂൾസ് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ടൈപ്പ് ഓഫ് ഡേറ്റാസ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഹ്യൂമൻ ബീങ് ആവുമ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് ആണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു പോകുന്നത്. അതിനൊരു രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ സിസ്റ്റം എന്ന് പറയുന്നത് ജീവനില്ലാത്തൊരു മെഷീൻ ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് ബിറ്റ്സിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും നമ്മൾ അതിനകത്ത് നോക്കുന്നത്. സോ ഇതിനകത്ത് ആദ്യമേ തുടങ്ങിയിരിക്കുന്ന പ്രോട്ടോകോൾസ്, റൂളിന്റെ ബേസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂൾസ് നമ്മളുണ്ട്. അതിനകത്ത് ആദ്യം യൂസ് ചെയ്യുന്ന ഒരു റൂളാണ് നമ്മൾ എടുക്കുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, TCP എന്നുള്ള രീതിയിൽ എടുക്കുക. TCP ഓർ IP എന്ന് പറയാം. IP എന്ന് വെച്ചാൽ ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഹോസ്റ്റ് എന്ന് വെച്ചാൽ സിംഗിൾ ഡിവൈസ്. ആ ഡിവൈസ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിലേക്ക് എങ്ങനെയാണ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതിനാണ് നമ്മൾ നോക്കുക. അപ്പോൾ IP എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ മെയിൻ ആയിട്ടും ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് പോകുന്നത്. അപ്പം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ is a set of protocols developed to allow computers of all sizes from different vendors. അത് നിങ്ങൾക്ക് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തും ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ പാറ്റേണിലുള്ള റിസോഴ്സ് ഷെയറിംഗിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് സിസ്റ്റംസിനെ കണക്ട് ചെയ്യുന്നത് സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ആണ് എന്തായിട്ട് എടുക്കുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന രീതിയിൽ. സെറ്റ് ഓഫ് പ്രോട്ടോകോൾ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ ഇതിന്റെ ആദ്യം ഹിസ്റ്ററി തേർട്ടിലോട്ടാണ് ഇതിൽ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ തുടങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അർപ്പാനെറ്റ് എന്ന് പറയുന്ന ഒരു കേസിനാണ് നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ റിസർച്ചും കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതില് അർപ്പാനെറ്റിനകത്ത് ഒരു റിസർച്ച് ഏജൻസി ഇതിൽ 1960s സ്റ്റാർട്ട് ചെയ്യുന്നു. 1990s ആയപ്പോൾ TCP IP എന്ന് പറയുന്ന ഒരു മോഡല് ജനറൽ ആയിട്ട് നമ്മൾ ഓവർറൂൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജനറൽ യൂസേജിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യ കാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡോസ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള ഒരു പാറ്റേണിലായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഐഡിയ വന്നപ്പോഴത്തേക്കാണ് നമ്മൾ സെക്യൂർ ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസേജിനെ കുറിച്ചും കൂടെ ഉള്ള ഒരു ആവശ്യകതയിലേക്ക് വന്നിരിക്കും. അപ്പം നെറ്റ്വർക്കിംഗ് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത യൂണിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ യൂസേജ് കൂടിയാണ് നെറ്റ്വർക്കിംഗിന്റെ യൂസേജ് കൂടുതലായിട്ടും വൈഡായിട്ട് തുടങ്ങുന്നത്. അപ്പം യുനിക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പ്രോട്ടോകോൾ ഡെവലപ്മെന്റുകളും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്.
അപ്പൊ ഇതില് നോർമലി നമുക്ക് രണ്ട് തരത്തിലാണ് കണക്ഷൻ കമ്മ്യൂണിക്കേഷൻ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടും പെർഫോം ചെയ്യാം, കണക്ഷൻ ലെസ് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ സെൻഡർ റിസീവർ എന്ന് പറയുന്ന രണ്ട് എൻഡ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സെൻഡർ ഹാസ് ടു സെൻഡ് ഇൻഫർമേഷൻ ടു ദ റിസീവർ. റിസീവറിൽ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആവശ്യമുള്ള എന്ത് കാര്യമാണോ അത് പാസ് ചെയ്ത് കൊടുക്കുക. പാസ് ചെയ്യുന്ന ആളെ സെൻഡറിന്, വാങ്ങിക്കുന്ന ആളെ റിസീവർ എന്ന് പറയും. അപ്പോൾ സെൻഡ് റിസീവറിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കാനായിട്ട് രണ്ട് രീതിയിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ ഈസ് കണക്ഷൻ ഓറിയന്റഡും, വേറെ ഒന്ന് കണക്ഷൻ ലെസ് ആയിട്ടും നമുക്ക് ചെയ്യാം. കണക്ഷൻ ഓറിയന്റഡ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ റെഡി ആണോ എന്ന് ചോദിച്ച് രണ്ട് എൻഡും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന രീതിയാണ് കണക്ഷൻ ഓറിയന്റഡ് ആയിട്ട് പോകുന്നത്. കണക്ഷൻ ലെസ് എന്ന് പറയുന്നത് എന്താണ്? അത് അൺറിലയബിൾ ആണ്. ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അത് അപ്പുറത്തെ എൻഡ് അത് റിസീവ് ചെയ്യാൻ റെഡി ആണോ ഇല്ലയോ എന്നുള്ളത്, കിട്ടാം കിട്ടാതിരിക്കാം, അങ്ങനെ രീതിയിൽ പോകുന്ന രീതി. പക്ഷെ പലപ്പോഴും ബ്രോഡ്കാസ്റ്റിംഗ് പാറ്റേൺ നമ്മൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കണക്ഷൻ ലെസ് ഓപ്പറേഷൻസ് വേണ്ടി വരും. അപ്പം രണ്ട് നേച്ചറിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ നോക്കുന്നുണ്ട്. രണ്ട് രീതിയിലുള്ള നേച്ചറിലുള്ള കമ്മ്യൂണിക്കേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് പ്രോട്ടോകോൾസും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ രണ്ട് തരത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. TCP കണക്ഷൻ ഓറിയന്റഡും കണക്ഷൻ ലെസ് ആയിട്ടുള്ള രണ്ട് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഇതിനകത്ത് TCP IP എന്ന് പറയുന്ന സാധനം കണക്ഷൻ ഓറിയന്റഡ്, TCP കണക്ഷൻ ഓറിയന്റഡ്, IP എന്ന് പറയുന്നത് കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഒരു ഹോസ്റ്റ് ടു ഹോസ്റ്റ് എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെയാണ് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആയിട്ടാണ്. അപ്പം കമ്മ്യൂണിക്കേഷന് രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, കണക്ഷൻ ഉള്ളതും കണക്ഷൻ ലെസ്സും ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തെല്ലാം തന്നെ സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റ് പോർഷനിൽ നിങ്ങൾ ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നുള്ളൊരു ഡെഫിനേഷനോട് തുടങ്ങുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ, ഇറ്റ്സ് എ ഷെയറിംഗ് ഓഫ് ഐഡിയാസ്, ഇൻഫർമേഷൻ ഓർ എനി കൈൻഡ് ഓഫ് റിസോഴ്സസ് അത് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ഏത് സിസ്റ്റം ആവാം, ഫയൽസ് ആവാം, എന്ത് വേണമെങ്കിലും അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിലേക്ക്. അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? വിത്തിൻ ടൈം ആയിരിക്കണം. അത് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതിന് ഒരു ടൈം ലിമിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഇവിടെ നോക്കുന്നില്ല. അപ്പൊ കമ്മ്യൂണിക്കേഷനകത്ത് ആ ഒരു ഡെഫിനിഷനോട് കൂടി തന്നെ നിങ്ങൾ കൊടുക്കുക. പഴയ കാലങ്ങളിൽ നമ്മൾ പല മെത്തേഡ്സുകളും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പഴയ കാലങ്ങളിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുള്ള ഈ മെസ്സേജ് പാസേജിന് വേണ്ടിയിട്ട് പല മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്തതിനകത്ത്, അതിനകത്ത് ഏറ്റവും പഴക്കം നമ്മൾ പണ്ട് പ്രാവുകളെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരുന്ന ഒരു കാലഘട്ടം. അതിനുശേഷം നമ്മളുടെ ലെവലിൽ വരുമ്പോഴേക്കും പോസ്റ്റൽ സർവീസസ് യൂസ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടെലിഗ്രാഫ് യൂസേജ് വരുന്നുണ്ട്, ടെലിഫോണിക് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പം ഒന്നും വേണ്ട, ഒരു ഇന്റർവ്യൂവിന് വിളിക്കുന്ന പോലും ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്റർവ്യൂ കോൾ ലെറ്റേഴ്സ് വരുന്ന പോലെ ഇപ്പൊ പോസ്റ്റിന് പകരം നമുക്ക് കിട്ടുന്ന ത്രൂ കമ്പ്യൂട്ടർ വഴിയുള്ള, ഇന്റർനെറ്റ് വഴിയുള്ള ആക്സസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു യുഗത്തിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഓർത്ത് വെച്ചേക്കണം. 1960s അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി അർപ്പാനെറ്റ് ആണ് അവരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് മാത്രം, ഫസ്റ്റ് ആ ഒരു അർപ്പാനെറ്റിനെ കുറിച്ച് മാത്രം പലപ്പോഴും ഓപ്ഷൻസ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു കേസേ ഉള്ളൂ. അത് കഴിഞ്ഞ് അത് TCP ലോക്കൽ ഏരിയ നെറ്റ്വർക്കിംഗ് ഡെവലപ്പോട് കൂടി വന്നു കഴിഞ്ഞപ്പോൾ TCPയുടെ പാറ്റേണിലേക്ക് മാറിയിട്ടുണ്ട്. ദെൻ നിങ്ങളുടെ ഹെഡിങ്ങിനനുസരിച്ച് എന്തിനാണ്, വാട്ട് ഈസ് ദ നീഡ് ഓഫ്, വൈ ഡു വി നീഡ് ദ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തിനായിരിക്കും ഇന്റർനെറ്റും ഇൻട്രാനെറ്റും നമ്മൾ ഡിഫറൻസ് അറിയാമോ? എന്താ ഇന്റർനെറ്റ്, എന്താ ഇൻട്രാനെറ്റ് എന്നുള്ളത്? ഇൻട്രാനെറ്റ്, ഇന്റർനെറ്റ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്റർനെറ്റും ഇൻട്രാനെറ്റും തമ്മിലുള്ള ഡിഫറൻസ്? ഇന്റർനെറ്റ് മീൻസ് ഇന്ററും ഇൻട്രാ മീൻസ് വിത്തിൻ. ഇന്റർ എന്ന് ഉദ്ദേശിച്ച ഔട്ടർ ആണ്. നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഏതെങ്കിലും വേൾഡ് വൈഡ് വെബ് പാറ്റേണിലുള്ള കണക്ഷൻസിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഇന്റർനെറ്റ് എന്ന് യൂസ് ചെയ്യുന്നു. ഇൻട്രാനെറ്റ് എന്നുള്ള രീതിയിൽ പറയാം വിത്തിൻ ഓർഗനൈസേഷൻ. ഇപ്പൊ നമ്മൾ ഒരു കമ്പനി, ആ കമ്പനി ഡിഫറെന്റ് കൺട്രീസിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് ലോക്കലൈസ് കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിലായിരിക്കും. ആ കമ്പനിയുടെ ഫ്രാഞ്ചൈസീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റ്വർക്കിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിന് ഇൻട്രാനെറ്റ് പാറ്റേൺ ആയിരിക്കും നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വൈഡ് ഏരിയയിലുള്ള ഒരു നെറ്റ്വർക്ക് ആക്സസ് ആണ്. ഡിഫറെന്റ് നേച്ചറുള്ള, ഡിഫറെന്റ് ടൈപ്പിലുള്ള, ഡിഫറെന്റ് പ്രോട്ടോകോളിലുള്ള നെറ്റ്വർക്ക്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്റർനെറ്റിനെ സ്പെസിഫൈ ചെയ്ത് പോകുന്നത്. അപ്പം അങ്ങനെ പല പല നേച്ചറുകൾ വരുമ്പോൾ തന്നെ അതിനെ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് നമ്മൾ പ്രോട്ടോകോൾ എന്നുള്ള രീതിയിലേക്ക് എടുക്കുന്നത്.
ഒരു പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ഒരു കൺവെൻഷൻ നമ്മൾ ഏതിന്റെ കേസ് ആണെങ്കിലും ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ട ചില പ്രോട്ടോകോൾസ് ഉണ്ടാവും, ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന കുറെ പ്രോട്ടോകോൾസ്. ഈ പ്രോട്ടോകോൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിങ്ക്രണൈസ് വർക്കിംഗ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന രീതിയിൽ റിസൾട്ട് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നെറ്റ്വർക്കിനകത്ത് ഡിഫറെന്റ് ഡിവൈസസ്, ഡിഫറെന്റ് നേച്ചുറൽ ഡിവൈസസ് എപ്പോൾ വേണമെങ്കിലും ഫെയിലിയേഴ്സ് സംഭവിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നടത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രോട്ടോകോൾസിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ആണ്. നോർമലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ദർ ഇസ് എ നീഡ് ഓഫ് ഫീഡ്ബാക്ക്. വിതൗട്ട് ഫീഡ്ബാക്ക് ദ കമ്മ്യൂണിക്കേഷൻ ഇസ് ഇൻകംപ്ലീറ്റ്. നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് സക്സസ്ഫുൾ ആയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നതിന് തിരിച്ചൊരു കാര്യം എനിക്ക് കിട്ടണം എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ വഴിയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെങ്കിൽ പോലും ദർ ഇസ് എ നീഡ് ഓഫ് അക്നോളജ്മെന്റ്. അക്നോളജ്മെന്റ് എന്ന് പറയുന്ന റിട്ടേൺ സിഗ്നൽ ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. സക്സസ്ഫുൾ ആയിട്ട് ഒരു കാര്യം ഒരിടത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിഗ്നലിംഗ്, റിട്ടേൺ സിഗ്നലിങ്ങിനെയാണ് നമ്മൾ അക്നോളജ്മെന്റ് എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മൾ എന്താ ചെയ്യാൻ ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു സാധനം സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക റിപ്ലൈക്ക് വേണ്ടിയിട്ട്. റിപ്ലൈ കിട്ടാൻ താമസിക്കുകയാണെങ്കിൽ അവിടെ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ അയച്ച കാര്യം കിട്ടിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഒന്നും കൂടെ പറയും. സപ്പോസ് നമ്മൾ നോട്ടൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു സ്പീഡിലാണ് പറഞ്ഞു പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ളത് പറഞ്ഞ സമയത്തുള്ള ഒരു റിപ്ലൈ നമുക്ക് തിരിച്ച് റിട്ടേൺ അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞ് തല ഉയർത്തി നോക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു റിട്ടേൺ അല്ലെങ്കിൽ അക്നോളജ്മെന്റ് വരുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് എന്ന് പറയുന്ന പോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം, ചില എറർ കറക്ഷൻ ടെക്നിക്സുകളുടെ യൂസേജോടുകൂടിയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നോർമലി നമ്മൾ പല രീതിയിലുള്ള മെത്തേഡ്സുകൾ, എറർ കൺട്രോൾസുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് ഫ്ലോ കൺട്രോൾ ടെക്നിക്സുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എന്തായിരിക്കും എറർ കൺട്രോൾ ടെക്നിക്സുകളും നെറ്റ്വർക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വേണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ ദർ ഇസ് എ നീഡ് ഓഫ് അക്നോളജ്മെന്റ്. അക്നോളജ്മെന്റോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആണ് എന്ന് പറയുന്നത്. നോർമലി ടൈം ഔട്ട് ഡിലേസ് ആണ് നമ്മൾ വെക്കുന്നത്. ഒരു സമയത്തിനുള്ളിൽ നമുക്ക് അതിന്റെ റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സക്സസ്ഫുൾ ആയില്ല എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അല്ല, അതിനകത്ത് റെസ്പോൺസ് വരുന്നതിനനുസരിച്ച് നമ്മൾ പറയുന്നത് സക്സസ്ഫുൾ ആണ് എന്ന് പറയുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഷെയറിങ്ങിനെയാണ് നമ്മൾ, പ്രോസസ് ഷെയറിങ്ങിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ റിസോഴ്സ് ഷെയറിങ്, ഫയൽസ് എന്ത് വേണമെങ്കിലും അത് ഷെയർ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി കണക്ഷൻ നടത്താൻ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടും പോവാം, കണക്ഷൻ ലെസ് ആയിട്ടും പോവാം. അപ്പം കണക്ഷൻ ഓറിയന്റഡ് ആയിട്ട് പോകാൻ വേണ്ടി നമുക്ക് TCP പാറ്റേൺ യൂസ് ചെയ്യാം. കണക്ഷൻ ലെസ് ആയിട്ടുള്ളതാണെങ്കിൽ ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ആയിട്ടുള്ള IP പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ UDP നമുക്ക് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. ഈ കമ്മ്യൂണിക്കേഷനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് എറർ കൺട്രോളിംഗ് ടെക്നിക്സും കൂടി ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഡീൽ ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒന്ന് ഹാർഡ്വെയർ, നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ, അതുപോലെ തന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്. ഇത് രണ്ടിന്റെയും ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ റേഞ്ച് നമ്മൾ സക്സസ്ഫുൾ ആക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഹാർഡ്വെയർ എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് NIC എന്ന് പറയുന്ന ഒരു കേസ്. നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഉണ്ടായിരിക്കണം. ഈ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, അതായത് MAC അഡ്രസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിന്റെ ഹെൽപ്പോട് കൂടിയാണ് നെറ്റ്വർക്ക് കണക്ഷൻ കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കുമായിട്ട് ഇന്റർനെറ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഈ NIC എന്ന് പറയുന്ന ഒരു യുണീക്ക് ID കാർഡാണ്. വെച്ചാൽ ആ ഒരു കാർഡ്, അതിനകത്ത് ഒരു മാനുഫാക്ചർ കൊടുത്തിരിക്കുന്ന ആ വാല്യൂ എന്ന് പറയുന്നത്, സീരിയൽ നമ്പർ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാർഡിനുള്ളത് പിന്നെ വേറെ ഒരെണ്ണത്തിനകത്തും ഇല്ല. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ, അതിനെയാണ് IP കൺവേർഷൻ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, നെറ്റ്വർക്കിലേക്ക് നമ്മുടെ സിസ്റ്റം വരികയും അതിൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സെർവറിന്റെ സൈഡിൽ നിന്ന് സർവീസുകൾ അവൈലബിൾ. ഇന്റർനെറ്റിനകത്ത് സിസ്റ്റത്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് IP അഡ്രസ് വെച്ചിട്ടാണ്. ഈ IP അഡ്രസ് ഡെവലപ്മെന്റിൽ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് NIC കാർഡിനകത്ത് സീരിയൽ നമ്പർ MAC അഡ്രസ് ആയിരിക്കും നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ഇതിനകത്ത് വേണ്ട ഒരു നെറ്റ്വർക്കിനകത്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിംഗ് പാറ്റേൺ, ഒരു കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കിന്റെ ഭാഗമാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു കാര്യം, ഒരു സിസ്റ്റത്തിന് ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് NIC എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന്. ഓക്കെ, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്രസ് ജനറേഷൻസ് ഉണ്ടാകുക. അതേപോലെ തന്നെ നമുക്ക് വേണ്ടി വരുന്ന ഒരു സംഗതിയാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ഇവിടെ റൂട്ടേഴ്സ് എന്നുള്ള ഒരു കേസ് എടുക്കുന്നുണ്ട്. പാത്ത്, നമ്മൾ ഒന്നിൽ കൂടുതൽ വഴികൾ ഉണ്ടാകുമ്പോൾ ഏത് വഴി ചൂസ് ചെയ്തു പോകണം, എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് ഒരു
ഡിസിഷൻ മേക്കിംഗ് അവിടെ വേണ്ടി വരും. അപ്പോൾ ചില അൽഗോരിതത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെഡ്യൂളിംഗ് നടത്തി പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം വേണ്ടിയിട്ട് നമുക്ക് ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും യൂസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനെന്തുണ്ടാവും, അതിന്റെ ഇഷ്യൂസും റിസോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം എത്ര എമൗണ്ടിൽ പാസ് ചെയ്യണം. ഇപ്പം ഞാൻ നിങ്ങളോട് വളരെ ഈ ഒരു കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഒരു കണ്ടന്റ് നമുക്ക് പാസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വളരെ സ്പീഡിൽ ട്രാൻസ്ഫർ ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് അത്രയും സ്പീഡിൽ തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യേണ്ടത് പാസ് ചെയ്ത് പോകുക എന്നുള്ള ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ രണ്ട് രീതിയിൽ എടുക്കണം. നിങ്ങളുടെ കുറച്ചു നേരത്തേക്കുള്ള നിങ്ങളുടെ കോൺസെൻട്രേഷൻ വളരെ പക്ക ആകുന്നതുകൊണ്ട് ചിലപ്പോൾ ആദ്യം പറയുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാനും പിന്നീട് എടുക്കാനൊക്കെ സാധിക്കും. എന്ന് പറയുന്ന പോലെ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറിന്റെയും രണ്ടിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു നെറ്റ്വർക്ക് സാധ്യമാകും, അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ, നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഇംപ്ലിമെന്റേഷനിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം ഈ സോഫ്റ്റ്വെയർ റേഞ്ചിലാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്, പ്രോട്ടോകോൾസുകളെല്ലാം എടുക്കുന്നത്. ഹാർഡ്വെയർ യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം, വിസിബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് പൊതുവെ ഹാർഡ്വെയർ എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പൊ അവിടെ ഒരു മാക് NIC കാർഡിനെ റേഞ്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റൂൾസ് ആണ്, സെറ്റ് ഓഫ് റൂൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതെന്തായിരിക്കും, സോഫ്റ്റ്വെയർ റേഞ്ചിലായിരിക്കും നമ്മൾ ഈ രണ്ടും കൂടെ കൂടിക്കൊണ്ടാണ് നമ്മുടെ നെറ്റ്വർക്കിംഗ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് തിയറി വായിച്ചു പോകുമ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻസ് ആണ് കൂടുതലും കുറച്ചും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് വെക്കേണ്ട കാര്യങ്ങളുള്ളൂ. പിന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കമ്പൈൻ ചെയ്ത് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് നമുക്ക് പാസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് കാര്യമാണെങ്കിലും ആസ് എ ഹോൾ നമുക്ക് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ അവളെ എന്ത് ചെയ്യും, പലതരത്തിലുള്ള ഇന്റർഫേസുകൾ ഡെവലപ്പ് ചെയ്യും. ഈ പല ഇന്റർഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒന്നിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കേസിനാണ് നമ്മൾ ഇന്റർഫേസ് എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പം ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ബൈനറി വാല്യൂസ് ആയിരിക്കും കമ്പ്യൂട്ടർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഒരു സിംഗിൾ ബിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുമോ, സാധിക്കില്ല. അപ്പൊ നമുക്ക് അവിടെ എന്തെങ്കിലും ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സിന്റെ ആവശ്യം വരും. ഗ്രൂപ്പ് ഓഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുമ്പോൾ തന്നെ ദർ ഇസ് എ നീഡ് ഓഫ് ഓർഗനൈസേഷൻ. ഒന്നാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്, ഒന്നിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ട് ദർ ഇസ് എ നീഡ് ഓഫ് ഓർഗനൈസേഷൻ പാറ്റേൺ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരാൾ വന്ന് ഇരിക്കാൻ പറയുമ്പോൾ കുഴപ്പമില്ല, ഒരു 10 പേര് ഒന്നിച്ച് വരികയാണെങ്കിൽ അവരെ മാനേജ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. എന്ന് പറയുന്ന പോലെ ഒരു സിംഗിൾ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പം, പക്ഷെ ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് ആണെങ്കിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതേപോലെ തന്നെ ഒരു സാധനം ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂസ്, ഒരു ലാർജ് എമൗണ്ട് ഓഫ് വാല്യൂ ആണ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ നീഡ് ഓഫ് പാക്കിംഗ്. അവിടെ ഒരു പെർഫെക്റ്റ് പാക്കിങ്ങിന്റെ ആവശ്യമുണ്ട്. അത് നമുക്കറിയാം, ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരമേ നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുള്ളൂ എങ്കിൽ നമ്മളുടെ പാക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് അത്ര ടൈറ്റ് ആയിട്ടുള്ള വലിയ പാക്കിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു ഡിസ്റ്റൻസ് കൂടുതൽ ട്രാവൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാക്ക് ചെയ്യുന്ന സാധനം അതുപോലെ കെയർഫുൾ ആയിട്ടായിരിക്കും. പിന്നെ കൊടുക്കുന്ന സാധനം പറയാം, ഫ്രജൈൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് അതുപോലെ കെയർഫുൾ ആയിട്ടായിരിക്കും നമ്മൾ പാക്ക് ചെയ്യേണ്ടത്. അപ്പൊ പല കാര്യങ്ങളെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങിനകത്ത് നമ്മൾ ചിന്തിക്കുന്ന ഏത് തരം ഡേറ്റയാണ് പാസ് ചെയ്യുന്നത്, എത്ര ദൂരം പാസ് ചെയ്യുന്നുണ്ട്, എത്ര അതിന്റെ നേച്ചർ, സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരിടത്തുനിന്ന് ഒരു പാസേജ് എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു പ്രോപ്പർ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നീഡ് ഓഫ് ലേയേഴ്സ് എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന ഒരു സാധനം വാങ്ങിക്കുന്നു, പാക്ക് ചെയ്യുന്നു, കൊടുക്കുന്നു, എല്ലാം ഒറ്റയടിക്കല്ല, നമ്മൾ പല പല ഘട്ടങ്ങളായിട്ട് ചെയ്യുന്നത്. എന്ന് പറയുന്ന പോലെ ഇവിടെയും കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലെയറിംഗ് കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പൊ ഞാൻ എങ്ങനെയാണോ ഒരു സാധനം വാങ്ങിച്ച് പാക്ക് ചെയ്ത് അയക്കുന്നതെന്ന് പോലെ അയച്ച ആടെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പാക്ക് ചെയ്യാനായിട്ട് എന്ത് മെത്തേഡ് പോയോ അതിന്റെ റിവേഴ്സ് ഫാഷനിലായിരിക്കും അത് ഓപ്പൺ ചെയ്യാനായിട്ട് എടുക്കുന്നത്. നമ്മൾ കെട്ടിപ്പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ കെട്ടഴിച്ച് തിരിച്ച് പല പല ഇതായിട്ടാണ് ഞാൻ പാക്ക് ചെയ്തെങ്കിൽ എന്ത് ചെയ്യണം, ഓരോരോ ഫംഗ്ഷനായിട്ട് റിമൂവ് ചെയ്തിട്ടായിരിക്കും ഞാൻ എടുക്കുന്നത്. എന്ന് പറയുന്ന പോലെ സെൻഡറിന്റെ അടുത്തും റിസീവറിന്റെ അടുത്തും സെയിം റെഫറൻസ് ലെയറുകൾ അല്ലെങ്കിൽ സ്ട്രക്ചറാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അയക്കുന്നത് ഒരു സ്ട്രക്ചർ, അതിന്റെ റിവേഴ്സ് ഫാഷനിലുള്ള ഒരു ഓപ്പണിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് OSI റെഫറൻസ് മോഡൽ എന്നുള്ള രീതിയിൽ, TCP/IP മോഡൽ എന്നുള്ള രീതിയിൽ രണ്ട് മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ നമ്മൾ ചെയ്തു പോകുന്ന ഒരു കമ്പ്യൂട്ടർ ഒരു ക്ലയന്റ് ആയിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട സിസ്റ്റം, സെർവർ എന്തോ ആയിക്കോട്ടെ, നമ്മളൊരു സിസ്റ്റം വേറൊരു സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നതിനെ നമ്മളൊരു ഡിഫറെന്റ് ലെയർ സ്ട്രക്ചറിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ലെയർ സ്ട്രക്ചർ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു റെഫറൻസ് പാറ്റേൺ, തിയറിറ്റിക്കൽ പാറ്റേണിലുള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കുന്ന OSI ബേസ് ചെയ്തുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ റേഞ്ചിലേക്ക് നമ്മൾ TCP നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം OSI റെഫറൻസ് മോഡൽ എന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു 7 ലേയേഴ്സിന്റെ കോൺസെപ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതേ സാധനത്തിൽ നമ്മൾ 4 ലെയർ കോൺസെപ്റ്റിലേക്ക് നമ്മൾ മാറ്റിയിട്ട് TCPയിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും.
അപ്പം ആദ്യം ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട എന്തേ ഉള്ളൂ, ആസ് എ ഹോൾ നമുക്ക് ഒരു കാര്യം ഒന്ന് നിർത്തിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ദർ ഇസ് എ നീഡ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ലേയേഴ്സ്, അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങിനകത്ത് തന്നെ പല പല ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പം ലെയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഓരോന്നിനകത്തുള്ള ലെയറിങ്ങളിൽ ഡിഫറെന്റ് പേര് വിളിച്ചായിരിക്കും പറയുന്നുള്ളൂ. വർക്ക് ഒന്ന് ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും, പക്ഷെ ഗ്രൂപ്പ് ചെയ്യുന്നതിന്റെ വ്യത്യാസം അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നീഡ് ഓഫ് ലെയർ എന്ന് പറയുന്ന ഒരു മനസ്സിലായാലും ഈ റൂൾസ്, സെറ്റ് ഓഫ് റൂൾസിനെ ഓരോരോ ഗ്രൂപ്പ് ആക്കിയിട്ട് ഓരോ രീതിയിൽ നമ്മൾ ഡേറ്റ മാനേജ് ചെയ്ത് വിടുന്നതിനെയാണ് ലെയറിംഗ് എന്ന് പറയുന്ന രീതി. ക്ലിയർ ആയി എന്ന് ഉദ്ദേശിക്കുന്നു. എനിക്ക് സെൻഡ് ചെയ്യേണ്ട ഡേറ്റയെ പല റൂൾസിനകത്ത് പല രീതിയിൽ ഞാനത് ഗ്രൂപ്പ് ചെയ്ത് മാനേജ് ചെയ്ത് സെൻഡ് ചെയ്യിക്കുന്നത് പല ഘട്ടങ്ങളിലൂടെയാണ്. ആ ഘട്ടങ്ങളെയാണ് ഞാൻ എന്തായിട്ട് ഡിഫറെന്റ് ഫേസസ് ആണ്, ആ ഡിഫറെന്റ് ഫേസസിനെയാണ് നമ്മൾ ലെയറിംഗ് എന്ന രീതിയിൽ പറയുന്നത്. ഇറ്റ്സ് ഒരു ലോജിക്കൽ കൺസെപ്റ്റ് ആണ്. ഫിസിക്കലി അല്ലെ ഒറിജിനൽ ആയിട്ട് അങ്ങനെയുള്ള ഒരു ലോജിക്കൽ കോൺസെപ്റ്റിന്റെ ഐഡിയ, ഒരു ആശയപരമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അതിനെ ഒരു ഫിസിക്കൽ ഡിഫറൻസിയേഷനെ ബേസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ അവിടെ പറയുന്നത്. അപ്പം ഡേറ്റ ഫിസിക്കൽ ലെയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ വയറിനെ കുറിച്ചുള്ള ഏത് രീതിയിലാണ് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നമ്മൾ നോക്കുക. ഡേറ്റ ലിങ്ക് ലെയറിലാണെന്നുണ്ടെങ്കിൽ ഡേറ്റ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യണം, അതിന്റെ ഫ്ലോ ഓഫ് കൺട്രോൾസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നമ്മളവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡേറ്റ പാസേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. ആ ഡിഫറെന്റ് സ്റ്റെപ്സിനെയാണ് നമ്മൾ ലെയറിംഗ് എന്നുള്ള രീതിയിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതില് ARPANET-ന്റെ ഒരു ഹിസ്റ്ററി മാത്രം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത് 1960s സ്റ്റാർട്ട് ചെയ്ത ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടാണ്. ഇനി ഇതിൽ നോക്കണ്ട, നമുക്ക് പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ആർക്കിടെക്ചർ ഓഫ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എങ്ങനെയായിരിക്കും നെറ്റ്വർക്ക് കണക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാകുന്നത്, നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതൊരു ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ പാറ്റേൺ ആണ്. ഇന്റർനെറ്റിന് നമ്മൾ ഒരു ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പ് ടു ബോട്ടം വരെ ഒരു റൂട്ട് ഉണ്ടാവും. റൂട്ടിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന ഡിഫറെന്റ് പാത്തുകൾ വഴിയായിരിക്കും ലീഫ് എന്ന് പറയുന്ന റേഞ്ചിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെയും നമുക്കൊരു ഈ ഒരു ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ പാറ്റേൺ, ഈ സ്ട്രക്ചർ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം. എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ, സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്റ്റ് നമ്മൾ എടുക്കുകയല്ലേ, നമ്മളാണ് ആൾക്കാര്. നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കൊരു ആവശ്യം, നമുക്ക് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡിഫറെന്റ് കണക്ഷൻ വേറെ അതർ ഡിവൈസസുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കണക്ഷൻ ആവശ്യമാണ്, സർവീസസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ISP ആണ് നമ്മൾ ആദ്യം ISP യുടെ ഹെൽപ്പാണ് ആദ്യം എടുക്കുന്നത്. ISP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് പലതുണ്ട്. നമ്മൾ ജിയോ യൂസ് ചെയ്യാറുണ്ട്, എയർടെൽ യൂസ് ചെയ്യുക, BSNL, അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള അവരുടെ സർവീസ് ആണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഒരു കണക്ഷൻ നമ്മൾ എടുക്കുമല്ലോ, ആ കണക്ഷൻ എൻഡ് യൂസർ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു സർവീസ് പ്രൊവൈഡറിന്റെ കണക്ഷൻ നമ്മൾ എടുക്കുന്നു. ഈ കണക്ഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന കുറച്ചും കൂടെ നെറ്റ്വർക്ക് ആക്സസ് പ്രൊവൈഡേഴ്സ് അതിന്റെ തന്നെ ഒരു ഹൈ റേഞ്ചിലേക്ക് നമ്മൾ പോവുകയും ചെയ്യുന്നത്. ഇത് അതോറിറ്റിയാണ്. ഈ അതോറിറ്റിയെ സാങ്ഷൻ ചെയ്ത് കുറച്ചും കൂടെ ഹയർ അതോറിറ്റി ആയിട്ടുള്ളതാണ് നമ്മൾ എടുക്കുന്ന നെറ്റ്വർക്ക് ആക്സസ് പ്രൊവൈഡേഴ്സ്. ഈ നെറ്റ്വർക്ക് ആക്സസ് പ്രൊവൈഡേഴ്സ് ആണ് വെരി ഹൈ സ്പീഡ് ബാക്ക്ബോൺസ് സെർവേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ബാക്ക്ബോൺ സ്റ്റോറേജ് ഏരിയ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു ISP യുടെ ഹെൽപ്പോട് കൂടി, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എങ്ങോട്ട് കയറുന്നത്, നെറ്റ്വർക്ക് എന്ന് പറയുന്ന വലിയ ലാർജ് കണക്ഷനിലേക്ക് നമ്മൾ കയറുന്നത്. ഇതെല്ലാം തന്നെ ഇതിനെ കുറിച്ച് ഈ ഒരു പിക്ചർ കാണുന്നതിനെക്കാട്ടും കുറച്ചും കൂടി നല്ലതായിരിക്കും നിങ്ങൾക്ക് നെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നെറ്റ്വർക്ക് ആക്സസ് പ്രൊവൈഡേഴ്സ് വഴി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ബാക്ക് ബോൺ യൂസേജ് വരുന്നത് എന്നുള്ളതിനെ കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള സിസ്റ്റം ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ജനറൽ ആയിട്ട് ഇത്രയും ഓർത്താൽ മതി. നമ്മൾ ഏതെങ്കിലും ഒരു മൊബൈൽ സർവീസ് കണക്ഷൻ എടുക്കുന്നു, അവരുടെ സർവീസ് പ്രൊവൈഡേഴ്സ് അത് ലോക്കൽ, നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കാരണം നമുക്ക് ഒരു രാജ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് നെറ്റ്വർക്ക് ആക്സസ് വരുന്നത്. അത് കഴിഞ്ഞ് നാഷണൽ റേഞ്ചിലേക്ക് പോയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഹൈ ബാക്ക് ബോൺ കൺസ്ട്രക്ഷനിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പം ഈ ഒരു ആർക്കിടെക്ചർ ആണ് മെയിൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു പാരഗ്രാഫ് കൃത്യമായിട്ട് പറഞ്ഞ എ ഹോം യൂസർ ഡയൽ into the ISP may be using a twisted pair telephone connection using a modem. The ISP connection connect to one of the network access providers, which is in turn connect to the high speed backbone at network access point. നമുക്ക് ചെന്നൈയിലാണ് നമ്മുടെ പ്രൊവൈഡേഴ്സ് ഒരു
ഒരു ബാക്ക്ബോൺ പ്രൊവൈഡേഴ്സ്, ബാക്ക്ബോൺസ് ഒരു NIP കാർഡ് നമ്മുടെ ഒരു റേഞ്ചിൽ നമ്മൾ കിട്ടാറ്. നമ്മള് ഏറ്റവും തൊട്ടടുത്തെന്ന് പറയുന്നത് കേരളത്തിന് കഴിഞ്ഞും ഇത് ചെന്നൈയിലാണ് ഇതിന്റെ ഒരു സർവീസ് സ്റ്റേഷൻ ആയിട്ട് നമുക്ക് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇത്രയാണ് ഇതിന്റെ ആദ്യത്തെ ഒരു സ്ട്രക്ചർ, ഇൻട്രൊഡക്ഷനും കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, കണക്ഷൻ ഓറിയന്റഡും കണക്ഷൻ ലെസ് ആയിട്ട് പോകുന്ന ഏത് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഫോളോ സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയുന്നു. ഈ സെറ്റ് ഓഫ് റൂൾസ് പലതരത്തിൽ നമ്മൾ കൊടുക്കുന്നത്. കണക്ഷൻ ഓറിയന്റഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കണം റൂൾ ഇംപ്ലിമെന്റ് ചെയ്യണേ, കണക്ഷൻ ലെസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. ഈ കമ്മ്യൂണിക്കേഷൻ ആസ് എ ഹോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് സ്പേസസുകൾ നമ്മൾ പോകുന്നുണ്ട്. ആ ഇന്റർഫേസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലെയർ അപ്രോച്ച് എന്ന് പറയുന്നു. ഫസ്റ്റ് ഈ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർവീസ് പ്രൊവൈഡറിൽ നിന്ന് തന്നെ സർവീസ് ആക്സസ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു IP അഡ്രസ് കിട്ടണം. ഈ IP അഡ്രസ് കിട്ടണമെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ മെഷീനകത്ത് നമ്മളൊരു NIC കാർഡ് MAC അഡ്രസ് നമുക്കുള്ളൂ. ആ MAC അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നെറ്റ്വർക്കിലേക്ക് കയറുമ്പോഴത്തേക്കും നമുക്കൊരു അഡ്രസ് ജനറേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ അത് നമ്മൾ ISP കാരുടെ ഹെൽപ്പാണ് യൂസ് ചെയ്യുന്നത്. ISP ആണ് നമുക്കത് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്നത്. അപ്പൊ കാരണം ഒരു പ്രാവശ്യം കട്ടായി പോയി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേറെ IP കിട്ടും. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ആ മാപ്പിംഗ് എന്ന് പറയാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് യൂസ് ചെയ്യുന്ന ISPയുടെ ഹെൽപ്പ് ഓടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ആദ്യം പഠിക്കുന്ന ഒരു കാര്യം TCP/IP ലെയേഴ്സ് ആൻഡ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആണ് ആദ്യമായിട്ട് നോക്കുന്നത്. ഇത് പറഞ്ഞു TCP/IPയും ലെയേഴ്സ് OSI ഈ രണ്ട് മോഡലുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ മോഡൽ എന്ന് പറയുന്ന ഒരു റെഫറൻസ് മാത്രം, റെഫറൻസ് മോഡൽ എന്നാണ് നമ്മൾ പൊതുവെ. റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസ് ചെയ്യുന്നില്ല എങ്ങനെ പോകാം എന്നുള്ള ഒരു ഐഡിയാസ് തരുന്ന സാധനങ്ങളെയാണ് നമ്മൾ. അപ്പൊ OSI എന്ന് പറയാൻ ശരിക്കും പെർട്ടിക്കുലർ ആയിട്ട് ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പല കാര്യങ്ങൾ, നമ്മൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒക്കെ വേണമെന്ന് പറഞ്ഞു. ഈ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒക്കെ ഗ്രൂപ്പ് ചെയ്ത് ഒരു സെക്ഷൻ ആക്കി തിരിച്ച് നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ റെഫറൻസ് മോഡലിൽ. അപ്പം OSI എന്ന് പറയുന്ന ഒരു റെഫറൻസ് മോഡലാണ്. അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ പാറ്റേണിലേക്ക് എടുക്കുന്നതാണ് TCP/IP ആയിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. OSI റെഫറൻസ് മോഡലിനകത്ത് 7 ലെയേഴ്സ് കോൺസെപ്റ്റിലായിരിക്കും നമ്മൾ എടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിക്ചർ ആണിത്, മാപ്പിംഗ് ഓഫ് OSI ആൻഡ് TCP മോഡൽ. OSI ആണെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡ് ആപ്ലിക്കേഷൻ, പ്രസന്റേഷൻ, സെഷൻ, ട്രാൻസ്പോർട്ട്, നെറ്റ്വർക്ക്, ഡേറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞിങ്ങനെ സെപ്പറേറ്റ് ഈ 7 ലെയേഴ്സ് ആണ് നമ്മൾ റെഫറൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഡേറ്റ പാസ് ചെയ്യാനായിട്ടുള്ള കണക്ഷൻ വയറുകൾ വരുന്ന ഫിസിക്കൽ ലെയർ വരും. ആ ഫിസിക്കൽ ലെയറിലേക്ക് പാസ് ചെയ്തു പോകേണ്ട ഡേറ്റാസിന്റെ ഡേറ്റ ഫ്രെയിം കണക്ഷൻ വരുന്നു. നെറ്റ്വർക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇംപ്ലിമെന്റ്, ഒരിടത്തുനിന്ന് ഒരിടത്തേക്കുള്ള പാസേജ് എങ്ങനെ വരണം എന്നുള്ള കേസ്. ഇനി ഇത് യൂസറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു കാര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള രീതി പോകുന്ന പോലെ തന്നെ സെഷൻ, പ്രസന്റേഷൻ, ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഡിഫറെന്റ് ലേയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത്. OSI റെഫറൻസ് മോഡലിൽ 7 ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ 7 ലെയേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് TCPക്ക് വരുമ്പോഴത്തേക്കും TCP മോഡലിനകത്ത് നമ്മൾ എടുക്കുന്ന ആപ്ലിക്കേഷൻ, ട്രാൻസ്പോർട്ട്, നെറ്റ്വർക്ക്, ഇന്റർഫേസ് ലെയർ എന്ന് പറയും. അപ്പൊ ഇതിലത്തെ TCP ഇന്റർഫേസ് എന്ന് പറയുന്നത് എന്താണ്, ഡേറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് TCPയിലെ നമ്മുടെ ഇന്റർഫേസ് ലെയർ ആയിട്ട് നടക്കുന്നത്. നെക്സ്റ്റ് നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഈ സെഷൻ എന്ന് പറയുന്ന ഒരു ലെയർ TCPയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കേസ് അല്ല. ആപ്ലിക്കേഷൻ, പ്രസന്റേഷൻ മൂന്നും കൂടെ, ആപ്ലിക്കേഷൻ, പ്രസന്റേഷൻ, സെഷനും കൂടെ കൂടി മൊത്തത്തിൽ എന്താണ് നമ്മൾ എടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ലെയർ. അപ്പൊ TCPക്കകത്ത് ആപ്ലിക്കേഷൻ, ട്രാൻസ്പോർട്ട്, നെറ്റ്വർക്ക്, ഇന്റർഫേസ് ലെയർ ആണെന്നുള്ളത്. കറസ്പോണ്ടിങ് OSI റെഫറൻസ് മോഡലുകളാണ് ആപ്ലിക്കേഷൻ, പ്രസന്റേഷൻ, സെഷൻ എന്ന് പറഞ്ഞ രീതിയിലുള്ള ഈ 7 ലെയേഴ്സ് നമ്മൾ എടുക്കുന്നത്. ഇനി ഈ ഓരോ ലെയറിന്റെയും ഫംഗ്ഷൻ എന്താണ്, ഓരോ ലെയറിനും ഓരോ ഫംഗ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ തന്നെ ഹെൽപ്പ് അനുസരിച്ച് എങ്ങനെയാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. ആ സ്റ്റെപ്പുകളെ എങ്ങനെ പ്രോപ്പർ ആക്കി യൂസ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ആക്ച്വലി ആപ്ലിക്കേഷൻ, പ്രസന്റേഷൻ, സെഷൻ എന്ന് പറയുന്ന രീതിയിൽ സോഫ്റ്റ്വെയർ ലെയേഴ്സ് എന്ന രീതിയിലും നെറ്റ്വർക്ക്, ഡേറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ എന്ന് പറയുന്ന ഹാർഡ്വെയർ ലെയർ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു ഇൻ ബിറ്റ്വീൻ ഈ രണ്ട് ലെയർ, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ ലെയറുകളെ കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഒരു ഹാർട്ട് ഓഫ് ലെയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, ട്രാൻസ്പോർട്ട് ലെയറിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ലെയേഴ്സ് OSIക്ക് 7 റെഫറൻസ് ലെയർ റെഫറൻസ് ആയിട്ട് കൊടുക്കുന്നു. അതേ സാധനത്തിനെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ റേഞ്ചിലേക്ക് വരുമ്പോൾ അതൊരു 4 ലെയർ ആപ്ലിക്കേഷൻ ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ 4 ലെയറിനകത്ത് ആദ്യത്തെ കേസിനകത്ത് മെയിൻ ആയിട്ട് ആപ്ലിക്കേഷൻ, പ്രസന്റേഷൻ നമ്മൾ പറഞ്ഞു നമുക്ക് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും രണ്ടും കൂടെ കൂടിയിട്ടാണ് നമ്മൾ പോകുക എന്ന് പറഞ്ഞു.
അപ്പൊ ഹാർഡ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കണം? ഫിസിക്കൽ പാർട്ടുകൾ, ഫിസിക്കൽ ഡിവൈസസുകൾ എന്തൊക്കെയാണോ ആ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, അതിന് അത് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഹാർഡ്വെയർ ലെയറിനകത്ത് കൂടുതൽ നോക്കുന്നത്. അപ്പൊ അതിനകത്ത് ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ എന്ന് പറയുന്ന ആ രണ്ട് ഫേസ്, ആ ഒരു ഫേസ് ആണ് കൂടുതൽ ഹാർഡ്വെയർ ലെയർ കോൺസെപ്റ്റിൽ നമ്മൾ എടുക്കുന്നത്. പ്രസന്റേഷൻ ആപ്ലിക്കേഷൻ റേഞ്ച് വരുന്നതാണ് സോഫ്റ്റ്വെയർ ലെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ലെയർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ഓർക്കാം അവിടെ കൂടുതലായിട്ടും പ്രോട്ടോകോൾസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോകോളുകൾ. ഈ ഒരു പിക്ചർ എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അവിടെ SMTP, FTP, DNS, വേൾഡ് വൈഡ് വെബ്, HTTP, ടെൽനെറ്റ് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സീക്വൻസ് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദറ്റ് ഈസ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നൊക്കെ പറഞ്ഞ ആ സാധനങ്ങൾ പ്രോട്ടോകോൾ. അപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. ഒന്ന് ഹാർഡ്വെയർ ലെയർ എടുക്കുന്നു, ഒന്ന് സോഫ്റ്റ്വെയർ ലെയർ എടുക്കുന്നു. ഈ സോഫ്റ്റ്വെയർ ലെയറിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യപ്പെടുന്ന പ്രോട്ടോകോൾസുകളെ കുറിച്ച്, ഹാർഡ്വെയർ ലെയറിൽ കൂടുതലായിട്ട് നമ്മൾ ഫിസിക്കൽ ഡിവൈസസുകൾ, കമ്മ്യൂണിക്കേഷന് വേണ്ടി വരുന്ന ഫിസിക്കൽ ഡിവൈസസുകളെ മാനേജ് ചെയ്യുന്ന ഏരിയ ആയിട്ടായിരിക്കും ഹാർഡ്വെയർ ലെയർ യൂസ് ചെയ്യുന്നത്. ഇതിനെ രണ്ടിനെ കമ്പൈൻ ചെയ്യിക്കുന്ന ഹാർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ എന്തിനകത്ത് എടുക്കുന്നത്? ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് ബേസ് ചെയ്തുകൊണ്ട് പോകുന്നത്. TCP, UDP എന്ന് പറഞ്ഞ രണ്ടെണ്ണം കാണിച്ചു. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്തണം, കണക്ഷൻ ഓറിയന്റഡ് ആയിട്ട് വേണോ, കണക്ഷൻ ലെസ് ആയിട്ടാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം ഒരിടത്തുനിന്ന് വേറൊരിടത്തേക്ക് ചില റൂൾസ് ഫോളോ ചെയ്ത് ഞാൻ അയക്കാൻ പോവുകയാണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഫിസിക്കൽ ലെയറിൽ അല്ല ഹാർഡ്വെയർ ലെയറിൽ ഞാൻ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ വേണം അപ്പുറത്തെ എൻഡിലേക്ക് പോകാനുള്ള, എന്ത് റൂളിൽ ബേസ് ചെയ്ത് പോകണം എന്നുള്ളതൊക്കെ സെറ്റാണ്. അതിനകത്ത് ആ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഏത് കണക്ഷൻ ഓറിയന്റഡ് ആയിട്ട് വേണോ, കണക്ഷൻ ലെസ് ആയിട്ട് വേണോ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നതാണ് ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് വരുന്നത്. അപ്പോൾ ഓരോ സെക്ഷനകത്ത് എന്തൊക്കെ ചെയ്യപ്പെടുന്നു, ആപ്ലിക്കേഷൻ റേഞ്ചിനകത്ത്, പ്രസന്റേഷൻ സെഷൻ, ഓരോ ലെയറിനും അതിൻ്റെതായ വർക്കിങ്ങുകളും ഉണ്ട്. ഇപ്പൊ നമുക്ക് OSIയുടെ ബേസ് ചെയ്തുകൊണ്ട് അല്ലാതെ ഇപ്പൊ TCPയുടെ തന്നെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് ഇവിടെ കിടക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് വേണം നോക്കാം. ലേയേഴ്സ് ഓഫ് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. TCP/IP കണ്ടെയ്ൻസ് 4 ലേയേഴ്സ്. ആ 4 ലെയറുകൾ ഏതാണെന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഒന്ന് ഒരു ഇന്റർഫേസ് ലെയർ. ഇന്റർഫേസ് ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കമ്പൈൻ ചെയ്തു വന്നു. ഏതാണ്? നമ്മുടെ OSI റെഫറൻസ് മോഡലിൽ തന്നെയുള്ള ഫിസിക്കലും ഡേറ്റ ലിങ്കും കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മൾ അതിനെ ഈ പേരിട്ട് വിളിച്ചേക്കുന്നത്, ഇന്റർഫേസ് ലെയർ എന്ന് പറയുന്നത്. ഈ ലെയറിൽ എന്താ സംഭവിക്കുന്നത്? ഫിസിക്കൽ ലെയർ ഡീൽസ് വിത്ത് ഹാർഡ്വെയർ ലെവൽ ലൈക്ക് ട്രാൻസ്മിഷൻ മീഡിയ, കണക്ഷൻ ആൻഡ് വോൾട്ടേജ്, ഡിജിറ്റൽ സിഗ്നൽസ്. അത് നമ്മൾ ഫിസിക്കൽ മീഡിയാസ് എല്ലാം കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് പ്രോഗ്രാം ബേസ് ചെയ്തിട്ടല്ല, ഒരു ഡിവൈസ് എക്യുപ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം. അപ്പം ഈ ഒരു ഫേസ് ഇന്റർഫേസ് ലെയറിനകത്ത് കൂടുതലായിട്ടും ഹാർഡ്വെയർ ലെയർ ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. അതിനകത്ത് ട്രാൻസ്മിഷൻ മീഡിയ എന്നുള്ള ടേം എങ്കിലും മനസ്സിനകത്ത് കൂടുതലായിട്ടും ഓർത്തു വെക്കാം. ഓക്കെ, അടുത്ത ലെയറിനകത്ത് നമ്മൾ നോക്കുന്ന ഇന്റർനെറ്റ് ലെയർ, നെറ്റ്വർക്ക് ഓർ നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമാറ്റ് ഓഫ് ഡേറ്റാഗ്രാം. ഡേറ്റ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ചെയ്ത് നമ്മളൊരു സ്ട്രക്ചർ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് ഡേറ്റാഗ്രാം എന്നുള്ള രീതിയിൽ എടുക്കുന്നത് കേട്ടോ. ഈ ഡേറ്റാഗ്രാം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, അതിനകത്ത് അതിന്റെ എത്ര സമയത്തിനുള്ളിൽ ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം, എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്തിനകത്ത് നോക്കുന്നുണ്ട്? ഈ നെറ്റ്വർക്ക് ലെയറിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ്, ദിസ് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ format of datagram. ഇത് അതോടൊപ്പം തന്നെ ഈ ഒരു പോയിന്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ആക്യുറേറ്റ് ആൻഡ് ടൈംലി ഡെലിവറി. ഇത് എങ്ങനെ ഡേറ്റാഗ്രാം ഡെവലപ്മെന്റിനെ കുറിച്ച് മാത്രം നമ്മൾ അവിടെ നോക്കുന്നത്. ക്ലിയർ ആയോ? ഫോർമാറ്റ് ഓഫ് ഡേറ്റാഗ്രാം എന്ന് പറയുന്നതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഡേറ്റാഗ്രാമിന്റെ കപ്പാസിറ്റി ഇപ്പം ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇപ്പൊ ഇത് പറയാം, ഈ ക്ലാസ് തന്നെ വളരെ ഒരു സെമസ്റ്റർ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കുകയാണെങ്കിൽ വളരെ സാവകാശം നമുക്ക് കണ്ടന്റുകൾ പറഞ്ഞു പോകാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു കുറഞ്ഞ ടൈം ലിമിറ്റ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടന്റ് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുന്നത് അത് സ്വീകരിക്കാൻ മാത്രം കപ്പാസിറ്റി അല്ലെങ്കിൽ റിസീവിങ് കപ്പാസിറ്റി നോക്കാതെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുന്ന പോലെ ഡേറ്റയുടെ കറക്റ്റ് ആയിട്ടുള്ള സെൻഡിങ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യപ്പെടുന്നത് സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്ന ഡേറ്റയുടെ സൈസ്, അത് എത്ര സൈസിൽ പോകണം, എങ്ങനെ പോകണം എന്നുള്ളതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായി കിട്ടുക. ഇവിടെ ഈ ഇന്റർനെറ്റ് ലെയർ, നെറ്റ്വർക്ക് ലെയറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് കപ്പാസിറ്റി അനുസരിച്ചുണ്ട്. ഇത് സെൻഡ് ചെയ്യപ്പെടാൻ പോകുന്ന സാധനത്തിന് ഏത് രീതിയിൽ കൺസ്ട്രക്ഷൻ കൊടുക്കണം എന്നുള്ളത്. ഈ കൺസ്ട്രക്ഷൻ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്?
തിരിച്ച് റിസീവ് ചെയ്യുന്ന എൻഡിലും വളരെ പ്രോപ്പർ ആയിട്ട് ഈ സാധനത്തിന് മാനേജ് ചെയ്യത്തക്ക രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ ഈ ഒരു ലെയറിനകത്ത് നമ്മൾ കുറച്ച് TCP/IP സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പ്രോട്ടോകോൾസിനെ കുറിച്ചും കൂടി ഇതിനകത്ത് നോക്കുന്നുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ARP എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്. നമുക്ക് RARP എന്ന് പറയുന്ന റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ഉണ്ട്. ICM ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ ഉണ്ട് നമുക്ക്. അതുപോലെ ഇന്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ പ്രോട്ടോകോൾസിനെ കുറിച്ച് ഇതിന്റെ ARP എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ARP ഈസ് യൂസ് ടു ഫൈൻഡ് ദ ഫിസിക്കൽ അഡ്രസ് ഓഫ് എ മെഷീൻ വെൻ ഇറ്റ്സ് IP അഡ്രസ് ഈസ് നോൺ. ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഒരു ഇന്റർനെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഉണ്ടാവേണ്ട ഒരു കേസ് MAC അഡ്രസ് ആണെന്ന് പറഞ്ഞു. ഈ MAC അഡ്രസ് എന്ന് പറയുന്നത് ഫിസിക്കൽ അഡ്രസ്. ഫിസിക്കൽ അഡ്രസ് എന്ന് ഉദാഹരണം എപ്പോഴാണ് നമ്മുടെ കമ്പ്യൂട്ടർ NIC നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഉണ്ടാവും. ആ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിലുള്ള അഡ്രസ് അതായത് യുണീക്ക് ആ മെഷീന്റെ യുണീക്ക് അഡ്രസ് ആണ് നമ്മൾ NICക്കകത്ത് വരുന്നത്. ആ NICയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? NIC ആ ഫിസിക്കൽ അഡ്രസ്സിനെ ഇന്റർനെറ്റിലേക്ക് നെറ്റ്വർക്കിലേക്ക് ആക്സസ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഒരു IP അഡ്രസ് ഡെവലപ്പ് ചെയ്യും. ഈ IP അഡ്രസ് അതായത് ARP ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് എ ഫിസിക്കൽ അഡ്രസ് ഓഫ് എ മെഷീൻ വെൻ IP അഡ്രസ് ഈസ് നോൺ. IP ഉണ്ടാക്കുന്ന ആരാണ്? IP അഡ്രസ്സിന്റെ ഹെൽപ്പ് ഉണ്ടാകുന്ന ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ IP അഡ്രസ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ വെൻ ഇറ്റ്സ് IP അഡ്രസ് ഈസ് നോൺ, IP അഡ്രസ് അറിയാമെങ്കിൽ ARP എന്നുള്ള അതിന്റെ ഫിസിക്കൽ അഡ്രസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എന്ന്. ദെൻ അതിന്റെ റിവേഴ്സ് ആണ് എന്താണ്? റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എന്ന് ഉദ്ദേശിക്കുന്നത് വെൻ ഇറ്റ്സ് ഫിസിക്കൽ അഡ്രസ് ഈസ് നോൺ. നമ്മൾ പൊതുവെ ചെയ്യുന്നത് നമുക്ക് ഫിസിക്കൽ അഡ്രസ് അറിയാം. നമ്മളുടെ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? IP അഡ്രസ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ IP അഡ്രസ് ഓഫ് എ മെഷീൻ മീൻസ് ഫിസിക്കൽ അഡ്രസ് ഈസ് നോൺ. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോളും റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു MAC അഡ്രസ് വിത്ത് IP ആണ് നമ്മൾ പോകുന്നത്. ഈ IP അങ്ങോട്ടും ഇങ്ങോട്ടും IP അഡ്രസ് അറിയാമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് ജനറേഷനെയാണ് നമ്മൾ ഈ ARP RARP എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് അതേപോലെ നമ്മൾ എടുക്കുന്ന ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഈ കൺട്രോൾ എന്ന് പറയുന്ന ടേം വരുമ്പോൾ തന്നെ അറിയാം അവിടെ എന്തെങ്കിലും മാനേജിങ് ഫെയിലിയർ ആണ്. പൊതുവെ നമ്മൾ ഫെയിലിയർ സംഭവിക്കുന്ന സമയങ്ങളിലാണ് പൊതുവെ മാനേജിങ് എന്ന് പറയുന്ന ഒരു ആവശ്യം വരുന്നത്. സോ ICMP എന്ന് പറയുന്ന കേസ് എടുക്കുന്നപ്പോൾ in case of failures ICMP is used to send notification to the sender about packet problems. അപ്പം ആ മെയിൻ പോയിന്റ് മനസ്സിലോർക്കുക കേട്ടോ. ICMP എന്ന് പറയുന്ന ഒരു കേസ് ഇതെല്ലാം തന്നെ ഈ TCP/IP-യിലെ നെറ്റ്വർക്ക് ലെയറിനകത്ത് വരുന്ന പ്രോട്ടോകോൾ സപ്പോർട്ടുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കമ്മ്യൂണിക്കേഷൻ എഫിഷ്യൻസി ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഇതെല്ലാം. ഇനി അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്നതാണ് ഇന്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന സംഗതി. ഇന്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് മൾട്ടികാസ്റ്റിംഗ്, ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് സെൻഡ് ചെയ്യുന്ന കേസാണ് ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി അങ്ങനെയുള്ള ട്രാൻസ്മിഷൻസ് യൂസ്ഫുൾ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് ഇന്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. which is transmission of a single message to a group of recipient. അപ്പം ജനറൽ ആയിട്ട് ARP RARP ICMP IGMP എന്ന് പറയുന്ന ജനറൽ പ്രോട്ടോകോൾസിന്റെ ഹെൽപ്പ് എന്തിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്? നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നുണ്ട്. TCP/IP-യിലെ നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കമ്മ്യൂണിക്കേഷൻ മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഇത് നെറ്റ്വർക്കിലേക്ക് കണക്ഷൻ കിട്ടിയാലേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുള്ളൂ. അപ്പൊ എന്താണെങ്കിലും ARP-യുടെ RARP-യുടെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് രീതിയിലുള്ളത് വേണം. ഇവിടെ സെൻഡ് ചെയ്യുന്ന സമയത്തും റിസീവ് ചെയ്യുന്ന സമയത്തിലും രണ്ടിടത്തും ഈ മാപ്പിംഗ് പ്രൊസീജിയർ പ്രോപ്പർ ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സക്സസ് ആക്കാനും സാധിക്കുള്ളൂ. ഇനി എറർ വരുമ്പോൾ അത് മാനേജ് ചെയ്യേണ്ടി വരും. അപ്പം TCP/IP-യിലെ രണ്ടാമത്തെ കേസ് കേട്ട് രണ്ടാമത്തെ ലെയർ നമ്മൾ നോക്കുന്നു. അടുത്ത കേസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ട്രാൻസ്പോർട്ട് ലെയർ ആ വാക്കിൽ നിന്ന് നമുക്കറിയാം അതൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്കുള്ള പാസേജ് വേണ്ടത് എന്നുള്ള രീതി നമ്മൾ എടുക്കുന്നത്. ഡെലിവറി ഓഫ് പാക്കറ്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ടും
നോക്കുന്നത് ഏത് രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഈ ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് ഫോക്കസ് ചെയ്യുന്ന TCP, UDP, IP എന്ന് പറയുന്ന ടേമുകളാണ് നമ്മൾ. ഈ IP എന്ന് പറയുന്ന ഹോസ്റ്റ് പ്രോട്ടോകോൾ. ഹോസ്റ്റിന് ഒരു ഡിവൈസിൽ വേറൊരു ഡിവൈസിൽ കണക്റ്റഡ് ഡിവൈസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇത് രണ്ട് നേച്ചറിൽ കാണിക്കാന്ന് പറഞ്ഞു. ഒന്ന് TCP ചെയ്യാം, വേറൊന്ന് UDP ആയിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. TCP എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. അത് കണക്ഷൻ ഓറിയന്റഡ് ആണ് എന്ന് പറയാം. കണക്ഷൻ ഓറിയന്റഡ് എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് കണക്ഷൻ ഓറിയന്റഡ് എന്ന ടേമിനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്തായിരിക്കും, അവിടെ ആദ്യം ഒരു പാത്ത് സെൻഡർ റിസീവറും തമ്മിലുള്ള കണക്ഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് കമ്മ്യൂണിക്കേഷൻ പാത്ത്. ഈ ഒരു കണക്ഷൻ ഓറിയന്റഡ് കമ്മ്യൂണിക്കേഷന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റിലയബിൾ ആണ്, എറർ ഫ്രീ ആണ്, സീക്വൻഷ്യൽ പാസേജ് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ ഇതിനകത്ത് ഒരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. UDP യെ കുറിച്ച് നമ്മൾ എഴുതുന്ന സമയം ഏറ്റവും കൂടുതലായിട്ട് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് റിലയബിലിറ്റി എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ഐഡിയ ആണ് ഇതിനകത്ത് പറയുന്നത്. അതേപോലെ യൂസിങ് ഡിലേ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഒന്ന് വിത്തിൻ ടൈമിൽ നമുക്ക് കിട്ടിയില്ല എന്നുണ്ട്. ഇപ്പൊ നമ്മൾ സപ്പോസ് ഒരു വീഡിയോ സെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഓഡിയോ പാസ് ചെയ്യുന്ന ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയി കഴിഞ്ഞാലും വലിയ ഇഷ്യൂസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻസ് ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡേറ്റ പാസേജുകൾ കൊടുക്കണമെങ്കിൽ മാസമായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോളിനകത്ത് എടുക്കുന്നത്. അതല്ല പക്ഷെ ഓരോ പീസ് ഓഫ് വാല്യൂസും വളരെ ഇമ്പോർട്ടന്റ്, സെക്യൂർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ കണക്ഷൻ ലെസ് പ്രോട്ടോകോളിനെ ബേസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തില്ല. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് കണക്ഷൻ ഓറിയന്റഡ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം മോർ സെക്യൂർ ആയിട്ടുള്ള എറർ ഫ്രീ കമ്മ്യൂണിക്കേഷൻ വേണ്ട സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഏത് പ്രോട്ടോകോൾ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. ഇനി അതിനകത്ത് നാലാമത്തെ ലെയർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ. പ്രസന്റേഷൻ ലെയറിൽ എല്ലാം ഫസ്റ്റ് ഫൈനൽ മെയിൻ ആയിട്ടുള്ള ഓവറോൾ ആപ്ലിക്കേഷൻ ഇന്റർനെറ്റിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ബേസ് ചെയ്തുള്ള കേസസ് ആണ് നമ്മൾ ആപ്ലിക്കേഷൻ ലെയർ എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. ഫയൽ ട്രാൻസ്ഫർ സെൻഡ് ചെയ്യാനുള്ള ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ടെൽനെറ്റ് റിമോട്ട് ലോഗിൻ പ്രോട്ടോകോൾസ് എല്ലാം, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സെഷൻസ്, സോഫ്റ്റ്വെയർ ലെയർ പാറ്റേൺ ആണ് നമ്മൾ എന്തിനകത്ത് എടുക്കുന്ന ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്ന രീതിയിൽ. പ്രോട്ടോകോളിന്റെ ഇപ്പൊ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ നമ്മൾ എടുക്കുന്നില്ല, അതിപ്പോ HTTPS സെക്യൂർ പാറ്റേൺ എങ്ങനെയായിരിക്കണം ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് ഡേറ്റ. ഇപ്പൊ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ഡേറ്റ രജിസ്റ്റർ ചെയ്യാന്ന് ഉദ്ദേശിച്ചു. അപ്പൊ നമ്മൾ അതിനകത്ത് ഓരോ ഫീൽഡിനകത്തും ടെക്സ്റ്റ് വാല്യൂസ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കളക്ഷൻ ഓഫ് വാല്യൂസ് എങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് എൻകാപ്സുലേറ്റ് ചെയ്ത് വേറൊരിടത്തേക്ക് സെൻഡ് ചെയ്യണം, അത് ഏത് രീതിയിൽ പോകണം എന്നുള്ളതിനകത്ത് എത്ര കപ്പാസിറ്റിയിൽ സെൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ബേസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ലെയറിലത് മെയിൻ ആയിട്ടും അതിന്റെ പ്രോട്ടോകോൾ ഓറിയന്റഡ് കേസസ് എല്ലാം തന്നെ നമ്മൾ എന്തിനകത്ത് എടുക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ലെയറിനകത്തായിരിക്കും പോകുന്നത്. ഫിസിക്കൽ മീഡിയ എല്ലാം ഫിസിക്കൽ ലെയറിനകത്ത്. അതുകൊണ്ട് പറഞ്ഞ് ഈ നോർമലി കമ്മ്യൂണിക്കേഷനകത്ത് രണ്ട് സെഷൻ ആയിട്ട് അല്ല രണ്ട് ഗ്രൂപ്പ് ആയിട്ട് ഫേസസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് സോഫ്റ്റ്വെയർ ലെയർ പാറ്റേൺ സ്ട്രക്ചർ വരുന്നുണ്ട്, ഒരു ഹാർഡ്വെയർ ലെയർ സ്ട്രക്ചറും വരുന്നുണ്ട്. ഈ ഹാർഡ്വെയർ ലെയറിലാണ് ഫിസിക്കൽ ഡേറ്റ ലിങ്ക് ലെയർ എന്ന് നമ്മൾ എടുക്കുന്നത്. ബാക്കി ഈ മുകളിലുള്ള ഈ ആപ്ലിക്കേഷൻ പ്രസന്റേഷൻ എല്ലാം തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ ലെയർ കോൺസെപ്റ്റിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിനകത്ത് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് അതിനെ ഈ എങ്ങനെയായിരിക്കണം കമ്മ്യൂണിക്കേഷൻ, കണക്ഷൻ ഓറിയന്റഡ് ആയിരിക്കണോ കണക്ഷൻ ലെസ് ആയിരിക്കണോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ട്രാൻസ്പോർട്ട് ലെയർ. ഈ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്, ആ ഡിസിഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്ന വാല്യൂസ് കൃത്യമായിട്ട് അപ്പുറത്ത് എത്തുമോ എത്തുകയില്ലേ, അല്ലെങ്കിൽ അതിന്റെ അക്നോളജ്മെന്റ് ബേസ് ചെയ്തുകൊണ്ട് എറർ കറക്ഷൻസ് എടുക്കേണ്ടി വരുന്നുണ്ടോ, റീസെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും മേജർ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തിനായിരിക്കും, ട്രാൻസ്പോർട്ട് ലെയറിനെയാണ് വെക്കുന്നത്. അപ്പം രണ്ട് റെഫറൻസ് മോഡൽ, രണ്ട് മോഡലുകളാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് മോഡലുകളാണ് നമുക്കുള്ളത്. ഒന്ന് OSI റെഫറൻസ് മോഡലും ഒന്ന് TCP/IP മോഡലുമാണ് നമ്മൾ എടുക്കുന്നത്. പറയുന്നതിൽ നിന്ന് OSI റെഫറൻസ് മോഡൽ എന്നാണ് പറയുന്നത്. OSI റെഫറൻസ് മോഡൽ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ലോജിക്കൽ സ്ട്രക്ചർ ഓർഗനൈസേഷൻ ആണ്. ഒരു കമ്മ്യൂണിക്കേഷനകത്ത് വരുന്ന പല പല ഘട്ടങ്ങളെ നമ്മൾ ലോജിക്കലി ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് OSI റെഫറൻസ് മോഡൽ. ഈ OSI റെഫറൻസ് മോഡലിന്റെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ് നമ്മൾ TCP/IP എന്ന് പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് ആ 7 ലെയറുകളെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് ഒരു 4 ലെയർ കൺസെപ്റ്റിലേക്കാണ് എന്തിലേക്ക് എടുക്കുന്നത്, TCP/IP യിലേക്ക് പോകുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നത്.
ഓക്കെ ആയോ? രണ്ട് കേസ് OSIയും TCP/IP. ഓക്കെ, നെക്സ്റ്റ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പോകുന്നത്. നെറ്റ്വർക്ക് ആക്സസ് ലെയർ ഈ ലേയേഴ്സിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ ലേയേഴ്സിനെ പലതിനെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത് മാത്രം. ഇതിലെ നെറ്റ്വർക്ക് ആക്സസ് ലെയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞാൽ അവിടെ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഫ്രെയിംസിനെ കുറിച്ചുള്ള ഡേറ്റാഗ്രാമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഫിസിക്കൽ അഡ്രസ് എവിടേക്കാണോ ഏത് എന്തിലേക്കാണോ സെൻഡ് ചെയ്ത് പോകേണ്ടത് അതിനെ കുറിച്ചുള്ള കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഒരു TCP/IPയുടെ ഒരു മേജർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ലെയറിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് പോകുന്നത് കേട്ടോ. The design of TCP/IP hides the function. ഈ ലെയർ ഫംഗ്ഷൻ നോർമലി നമുക്ക് വിസിബിൾ ആവുന്ന രീതിയിലല്ല പറഞ്ഞേക്കുന്നത്. The function performed at this level includes encapsulating the IP datagram into frames that are transmitted by the network. This portion ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് മനസ്സിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എൻകാപ്സുലേറ്റ് ചെയ്യുക മീൻസ് കമ്പൈനിങ് ആസ് എ ഹോൾ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എടുക്കുന്ന കേസാണ്. നമ്മൾ അയക്കേണ്ട പല പല സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് എന്താ പറയാ ഫിക്സ് ചെയ്ത് സെറ്റ് ആക്കി നമ്മൾ കൊടുക്കുകയില്ലേ എന്ന് പറയുന്ന പോലുള്ള കേസാണ് ഇവിടെ നടക്കുന്നത്. ഡേറ്റാഗ്രാംസ് ഫ്രെയിംസുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അത് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ നെറ്റ്വർക്കിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതില് ഡെവലപ്പ് ചെയ്ത് ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു സാധനത്തിന് എനിക്ക് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് എവിടേക്കാണ് അയച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ് അയച്ചു കൊടുക്കേണ്ടത് എന്നുള്ളൊരു പാത്ത് എനിക്ക് കിട്ടണം. ദാറ്റ് ഈസ് എനിക്ക് നെറ്റ് ആക്സസ് ചെയ്യണം, ഇന്റർനെറ്റ് ആക്സസ് കിട്ടണം. ആ ഇന്റർനെറ്റ് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റർനെറ്റ് ലെയറിനകത്താണ് നമ്മൾ പറയുന്നത്. ഇന്റർനെറ്റ് ലെയറിലാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു സിംഗിൾ മെഷീൻ ആണെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും MAC അഡ്രസ്, നമ്മുടെ NIC കാർഡ്, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഉണ്ട്. ഈ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിലൊരു അഡ്രസ് ബേസ് ചെയ്തിട്ടുണ്ട്, ഒരു സീരിയൽ വാല്യൂ ഉണ്ട്. ആ വാല്യൂ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നെറ്റ്വർക്കിലേക്കുള്ള ഇന്റർനെറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കിന്റെ ഒരു പാത്തിനകത്തേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലണം. നമ്മളൊരു ഫിസിക്കൽ അഡ്രസ് മാത്രമല്ല ചെയ്യുന്നത്, അത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ അഡ്രസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നെറ്റ്വർക്ക് ഹോസ്റ്റ് എന്ന് പറയുന്ന നമ്മൾ ഏതൊക്കെ നെറ്റ്വർക്കിലെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടാവും. ഒരു നെറ്റ്വർക്കിൽ നിന്നായിരിക്കില്ല നമുക്ക് കിട്ടുന്ന സർവീസ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സർവീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ചെറിയൊരു നെറ്റ്വർക്കിലായിരിക്കില്ല സംഭവിക്കേണ്ടത്. അത് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്, ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്ക് വഴി പാസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പോകേണ്ടതായിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള നെറ്റ്വർക്കിനകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ മെഷീനിന് ഒരു യുണീക്ക് ID കിട്ടാൻ വേണ്ടിയിട്ടുള്ള ID ആക്കി എടുക്കുന്നതാണ് നമ്മൾ IP അഡ്രസ് എന്ന രീതിയിൽ എടുക്കുന്നത്. ഹോസ്റ്റും IP നമ്മുടെ ഡിവൈസ് അഡ്രസ്സുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് വേണ്ടത് ഒരു നമ്മുടെ മെഷീനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു IP അഡ്രസ് ഡെവലപ്പ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. IP അഡ്രസ് ഡെവലപ്പ് ചെയ്യുന്ന ആരുടെ ഹെൽപ്പാന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഈ IP അഡ്രസ് ആരാ നമുക്ക് തരുന്നത്? IP അഡ്രസ് തരുന്ന ആരാണെന്നോ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് നമുക്ക് IP അഡ്രസ് തരുന്നത്. IP അഡ്രസ് ഉണ്ടാകുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? IP അഡ്രസ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് നമുക്ക് തരും. പക്ഷെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് തരുന്നതിന് IP അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നതിന് അതിനൊരു മെത്തേഡ് ഉണ്ട്, ഒരു ഫോർമാറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് വരുന്നത്. പഠിക്കേണ്ട കാര്യമാണത്. ഒരു യൂണിഫോം അഡ്രസ്സിംഗ് പാറ്റേൺ നമുക്കുണ്ട്. അതിന് IP അഡ്രസ് ക്ലാസ് എന്ന് പറയുന്നത്. അതിൽ IPv ഇന്റർനെറ്റ് അത് നമുക്ക് വേർഷൻ 4 വേർഷൻ 6നെ ബേസ് ചെയ്തുകൊണ്ട് IPv4 IPv6 എന്ന് പറയുന്ന പല വേർഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ കേസ് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ IPv4നെ ബേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഈ ഇന്റർനെറ്റ് IP അഡ്രസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ IPv4 വേർഷനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് സിമ്പിൾ ആയിട്ട് ആദ്യം പഠിക്കുന്നത്. ഈ ഇന്റർനെറ്റ് അഡ്രസ് അത് ആദ്യത്തെ ഈ IPv4നെ ബേസ് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ ഇന്റർനെറ്റ് അഡ്രസ് 32 ബിറ്റ് ലോങ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അതിനകത്ത് ആ അഡ്രസ്സുകൾ 4 ബൈറ്റ്സ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റഡ് ബൈ പീരിയഡ്
പീരിയഡ് അല്ലെങ്കിൽ ഫുൾ കോളൻ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്. ഈ 4 ഗ്രൂപ്പായിട്ട് 4 ബൈറ്റ്സ് ഗ്രൂപ്പ് ഉള്ള ഒരു 32 ബിറ്റ് ലെങ്തി ആയിട്ടുള്ള ഒരു അഡ്രസ്സിനെയാണ് നമ്മൾ ഇന്റർനെറ്റ് അഡ്രസ് ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതിന്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് 0 തൊട്ട് 255 വരെയുള്ള വാല്യൂസ് ആയിരിക്കും ഓരോ ഗ്രൂപ്പിനകത്തും എടുക്കാനായിട്ട് സാധിക്കുന്നത്. ആ ഗ്രൂപ്പുകൾക്കനുസരിച്ച് നമ്മൾ എത്ര നെറ്റ്വർക്ക് എത്ര ഹോസ്റ്റ് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ഡിഫറെന്റ് ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. നെറ്റ്വർക്കിന്റെ സൈസിനനുസരിച്ച് സ്മോൾ നെറ്റ്വർക്ക് ആണോ, മീഡിയം നെറ്റ്വർക്ക് ആണോ, ലാർജ് നെറ്റ്വർക്ക് ആണോ, അതിനകത്തെ ഹോസ്റ്റ് യൂസേജ് ആണോ വരുന്നതനുസരിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ് എ ബി സി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ IP നമ്മൾ ഡിഫറെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം IP അഡ്രസ്സുകളുടെ ജനറൽ ആയിട്ട് IPv4 32 ബിറ്റ് ലെങ്തി ആയിട്ടുള്ള ഒരു അഡ്രസ് ആണ് ഇത് ഉണ്ടാകുന്നതെന്നും അതിന്റെ വാല്യൂ റേഞ്ച് ചെയ്യപ്പെടുന്ന 4 ബൈറ്റ്സിന്റെ ഒരു സെക്ഷൻ ആയിരിക്കും അതെന്നും അതിൽ ഓരോന്നിനകത്തും 0 to 255 വാല്യൂസ് ആണ് വേരി ചെയ്യുന്നത്. 1 ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആയിരിക്കില്ല. അപ്പൊ 2 raised to 8 ഉള്ള രീതിയിൽ 255 256 ആവും. 0 ആയതുകൊണ്ട് 255 വരെയുള്ള വാല്യൂ വേരിയേഷൻസ് ആണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ IP അഡ്രസ്സിനകത്ത് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ഒരു നെറ്റ്വർക്ക് ID ഉണ്ടായിരിക്കും, വേറൊന്ന് ഹോസ്റ്റ് ID ഉണ്ടായിരിക്കും. നെറ്റ്വർക്ക് ID ഹോസ്റ്റ് ID എന്ന് പറയുന്നത് നെറ്റ്വർക്കിന്റെ സൈസ് അനുസരിച്ച് സ്മോള് ലാർജ് മീഡിയം ആ റേഞ്ച് അനുസരിച്ച് ക്ലാസ് A B C എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ തരംതിരിച്ചിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചർ ഈ ഒരു വാല്യൂ കോൺസെപ്റ്റ് IP അഡ്രസ്സിന് മെയിൻ ആയിട്ടും 2 ഭാഗങ്ങൾ എന്ന് ഓർക്കുക. IP അഡ്രസ്സിലെ 2 ഭാഗങ്ങളൊന്ന് ഒരു നെറ്റ്വർക്ക് ഏത് നെറ്റ്വർക്കിനെ നെറ്റ്വർക്ക് തിരിച്ചറിയാനും അതുപോലെ ഹോസ്റ്റ് ഡിവൈസസിനെ തിരിച്ചറിയാനും. അപ്പൊ ഡിവൈസിന് കറസ്പോണ്ടിങ് ഒരു ID ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സർവീസ് ആവശ്യപ്പെടുന്ന ഡിവൈസിന് ഒരു ID ഉണ്ടായിരിക്കും, അതുപോലെ അത് എൻറ്റർ ചെയ്യുന്ന നെറ്റ്വർക്കിനും ID. അപ്പൊ നെറ്റ്വർക്ക് ID ഹോസ്റ്റ് ID എന്ന് പറയുന്ന 2 പാർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ എന്തായിരിക്കും IP അഡ്രസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഈ IP അഡ്രസ്സുകളെ നെറ്റ്വർക്കിന്റെ സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. ക്ലാസ് A B C D E എന്ന് പറയുന്ന ജനറൽ ക്ലാസ്സുകൾ വന്നിരിക്കുന്നു. അതിനകത്ത് നെറ്റ്വർക്കും ഹോസ്റ്റും ആക്സസ് ചെയ്യാൻ പറ്റുന്ന 3 ക്ലാസ്സുകളെ ഉള്ളൂ. നമുക്ക് A B C എന്ന് പറയുന്ന ഈ 3 ക്ലാസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹോസ്റ്റ് നെറ്റ്വർക്ക് ആക്സസുകൾ ചെയ്യുന്നത്. ക്ലാസ് A ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഇത് ബിഗ് എൻഡിയൻ മെത്തേഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിഗ് എൻഡിയൻ മെത്തേഡ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ലെഫ്റ്റ് ടു റൈറ്റ് പാറ്റേൺ ഹയസ്റ്റ് വാല്യൂ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ബിഗ് എൻഡിയൻ പാറ്റേണിലാണ് നമ്മുടെ അഡ്രസ് റിസോൾവിംഗ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ A ക്ലാസ് ആണെങ്കിൽ സിംഗിൾ ബിറ്റ് ആദ്യത്തെ 0, B ആണെങ്കിൽ 10, C ആണെങ്കിൽ 110. ഇതിന്റെ ഈ സ്റ്റാർട്ടിംഗ് അഡ്രസ്സുകൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ ആണ് നമുക്ക് സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം കേസ് ആയിട്ട് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഫസ്റ്റ് കേസ് ആണെങ്കിൽ നമുക്കറിയാം 127 വരെ, അടുത്ത 128 to 119 1 to 127 വരെയുള്ളതാണ് A ക്ലാസ്സിനകത്ത് വരിക. പിന്നെ ഈ 128 to 119 വരെ 91 വരെയുള്ളത് B ക്ലാസ്, 192 to 223 വരെയുള്ളത് C ക്ലാസ് ആയിട്ട്, 224 to 39 വരെയുള്ള D ക്ലാസ്. അങ്ങനെ ആ ക്ലാസിന്റെ ക്ലാസിഫിക്കേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ട് വേണം. എന്നാൽ മാത്രം സബ്നെറ്റിംഗ് മാസ്കിംഗ് എന്ന് പറയുന്ന സംഗതി പ്രോബ്ലം ആയിട്ട് വന്നാൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് ക്ലാസ്സിലാണ് വരുന്നത് എന്നുള്ളത് സബ്നെറ്റ് മാസ്കിങ്ങിന്റെ അഡ്രസ് ബേസ് ചെയ്തുകൊണ്ട് ഏത് ക്ലാസ് ആണ് വന്നിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പം IP അഡ്രസ് ഒരു സിസ്റ്റം ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന IP അഡ്രസ് ഉണ്ട്. IP അഡ്രസ് വേർഷൻ 4 ആണ്, 32 ബിറ്റ് യൂസേജ് ആണ് വരുന്നത്. അത് നോർമലി നെറ്റ്വർക്ക് ഹോസ്റ്റ് എന്ന് പറയുന്ന 2 പോർഷൻ ആയിട്ടായിരിക്കും അതിന്റെ അഡ്രസ് ഡെവലപ്പ് ഉണ്ടായിരിക്കുക. അത് വരാവുന്ന 3 ക്ലാസ്സുകളിലേക്കായിരിക്കും A B C എന്ന് പറയുന്ന ക്ലാസ്സുകളിലാണ് വരുന്നത്. നെറ്റ്വർക്കിന്റെ സൈസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ A B C എന്ന് പറയുന്ന 3 ക്ലാസ്സുകൾ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഈ പിക്ചർ വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ ഹോസ്റ്റിന്റെ നെറ്റ്വർക്ക് സ്മോൾ നെറ്റ്വർക്കും ഹോസ്റ്റ് കുറച്ചും കൂടെ വലുതാണ് രീതിയിൽ ഇത് മീഡിയം ആയിട്ട് വരുന്നു ലാർജ് നെറ്റ്വർക്ക്. അപ്പൊ സ്മോള് മീഡിയം ലാർജ് എന്ന് പറയുന്ന നെറ്റ്വർക്കിന്റെ സൈസിനനുസരിച്ച് എന്ത് ചെയ്യപ്പെടുന്നുണ്ട് ക്ലാസ്സുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അതിന്റെ അഡ്രസ്സ് കറസ്പോണ്ടിങ് ആയിട്ട് വേരി ചെയ്യുന്നതിനും വ്യത്യാസം കൂടെ പഠിച്ചു വെക്കണം. ഇനി അതിനകത്ത് ഡിയും ഇ എന്ന് പറയുന്ന 2 ക്ലാസ്സുകൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒന്ന് അതിന്റെ അഡ്രസ് പാത്ത് എന്ന് പറയുന്നത് 1110 ആണ്, അത് മൾട്ടി കാസ്റ്റിംഗ് അഡ്രസ് ആയിട്ടും. നെക്സ്റ്റ് ഇ എന്ന് പറയുന്ന ക്ലാസ് റിസർച്ച് ഫംഗ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിസർവ്ഡ് ക്ലാസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് ജനറൽ ഹോസ്റ്റ് അഡ്രസ് ഡിവൈസസ് ആക്സസ് ചെയ്യാനുള്ള അഡ്രസ് ആയിട്ട് കൊടുക്കുന്ന ഒരു കേസ് അല്ല. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് എക്സ്പ്ലനേഷൻസും
ഇതേപോലെ തന്നെ ABCDE കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് A എന്ന് പറഞ്ഞാൽ അഡ്രസ് ആ ഫസ്റ്റ് ബൈറ്റ് റേഞ്ച് ഓഫ് 0 to 127. ഫസ്റ്റ് ബൈറ്റ് 0 to 127 വരികയാണെങ്കിൽ അത് ക്ലാസ് A ആണെന്നും, അതേപോലെ തന്നെ ക്ലാസ് B ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഫസ്റ്റ് 2 ബൈറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് 128 to 191 വരെയുള്ള കേസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് 2 ബൈറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ദ നെറ്റ്വർക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ക്ലാസ് B യെ സംബന്ധിച്ചിടത്തോളം 2 ബൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് 128 to 191 വരെയുള്ള റേഞ്ച് ആണ് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ക്ലാസ് C ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 3 ബൈറ്റ്സ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ വാല്യൂ ഇവിടെ നിന്ന് വരി ചെയ്യും 192 to 223 വരെയുള്ള കേസിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ക്ലാസിഫിക്കേഷൻ സ്മോള്, മീഡിയം, ലാർജ് നെറ്റ്വർക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് ABC എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സ്റ്റാർട്ടിംഗ് വാല്യൂസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്ലാസ് D കോൺസെപ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലാസ് D എന്ന് പറഞ്ഞാൽ മൾട്ടി കാസ്റ്റിംഗ് എന്ന് പറയാം. മൾട്ടി കാസ്റ്റിംഗ് നമ്മൾ പറഞ്ഞാൽ എന്താണ്, ഒരു ഒറ്റയടിക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ലൂപ്പ് ബാക്കിംഗ് പാറ്റേണിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കേസ് എടുക്കും. Class C addresses have first byte in range 240 to 255. അത് ഇത് ഷോർട്ട് ആക്കാനൊന്നുമില്ല, വളരെ ഷോർട്ട് ആയിട്ടുള്ള നോട്ട് തന്നെയാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇനി ഇപ്പൊ നമുക്ക് IPv4 എന്ന് പറയുന്നത് ഇപ്പൊ സഫീഷ്യന്റ് ആണെന്നുണ്ടെങ്കിലും ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടിയ 128 ബിറ്റ്സിന്റെ കേസിനകത്തേക്ക് നമുക്ക് മാറേണ്ടതായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഡിവൈസുകളുടെ എണ്ണം കൂടുതലാണ്. ഡിവൈസ് ഇപ്പൊ പണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മാത്രമായിരുന്നു ഇന്റർനെറ്റ് ആക്സസ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നമുക്ക് മൊബൈൽ ഫോൺ വഴി നമ്മൾ ആക്സസ് ചെയ്യും. അതുപോലെ ഡിവൈസസ് ഇൻഡിവിജ്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിവൈസുകളുടെ എണ്ണം കൂടുമ്പോൾ അറ്റ് എ ടൈം നെറ്റ് ആക്സസ് ചെയ്യുന്ന ഡിവൈസുകളുടെ എണ്ണം കൂടും. അപ്പോൾ ഓരോ ഡിവൈസിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യണം, ID ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സൈസിനെക്കാട്ടിലും കൂടുതൽ സൈസിൽ വേണ്ടി വരും. അതുകൊണ്ടാണ് അടുത്ത IPv6 വേർഷനിലകത്തേക്ക് ഫ്യൂച്ചർ യൂസേജിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ IPv4 മാത്രമല്ല IPv6 വരുന്നു എന്നുള്ളത് ഫ്യൂച്ചർ റെഫറൻസ് IPv6 വരുന്നത്. രണ്ടും യൂസ് ചെയ്യാൻ ഇപ്പൊ കൂടുതലും IPv6 വരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഒരു നെറ്റ്വർക്കിനകത്തെ സബ് സെക്ഷൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. അത് അടുത്ത കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് കൃത്യമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ റേഞ്ച് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ക്ലാസ് Aയും Bയും Cയും ഓരോന്നും എവിടുന്ന് എത്ര തൊട്ട് എത്ര വരെ റേഞ്ച് ആണ് ക്ലാസ് Aക്ക് വരുന്നത്, എത്ര തൊട്ട് എത്ര വരെ റേഞ്ച് ആണ് ക്ലാസ് Bക്ക് വരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ വെച്ചാൽ സബ്നെറ്റിങ്ങിനകത്ത് നമുക്ക് കാൽക്കുലേഷൻ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നു. സിമ്പിൾ ആണ്, അതൊന്ന് ഓർത്തു വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഈ IP റിസർവ് ആയിട്ടുള്ള കുറെ IP അഡ്രസ്സിനെ കുറിച്ചാണ് നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു വെക്കുന്നത്. അത് സ്പെഷ്യൽ മീനിങ് നെറ്റ്വർക്ക് ID ഓഫ് 0 ആണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ID 0 ആവുകയോ അല്ലെങ്കിൽ ഹോസ്റ്റ് ID 0 ആവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ദിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ദിസ് നെറ്റ്വർക്ക് ദിസ് ഹോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിലാണ് അത് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ID ഓഫ് 127 ഡിനോട്ട്സ് ദ ലൂപ്പ് ബാക്ക് ഇന്റർഫേസ്. ലൂപ്പ് ബാക്ക് ഇന്റർഫേസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പലപ്പോഴും അത് ലൂപ്പ് ബാക്ക് ചെയ്യാന്ന് വെച്ചാൽ ഹോസ്റ്റിലേക്ക് തന്നെ നമ്മൾ എവിടെ നിന്നാണോ സർവീസ് അതിലേക്ക് തന്നെ വരുന്നത്. ഇപ്പൊ നമുക്ക് എൻവിറോൺമെന്റ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തില്ലേ, ഇപ്പൊ നമ്മൾ തന്നെ ഒരു സോഫ്റ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ നമ്മൾ വെബ്സൈറ്റ് പോലുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് റിമോട്ട് സിസ്റ്റം ആയിട്ടും നമ്മുടെ സിസ്റ്റം തന്നെ, ക്ലയന്റ് സിസ്റ്റം ആയിട്ടും നമ്മുടെ സിസ്റ്റം തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ലൂപ്പ് ബാക്ക് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ റിമോട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയില്ല. നോർമലി ടെസ്റ്റിംഗ് ഫേസസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഈ ലൂപ്പ് ബാക്ക് എന്ന് പറയുന്നത്. സെർവറും ലോക്കൽ ഹോസ്റ്റും ഒന്നിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ അത് രണ്ടാണെന്ന രീതിയിലുള്ള ടെസ്റ്റിംഗ് ഇംപ്ലിമെന്റേഷൻ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെയുള്ള ഒരു അഡ്രസ് റേഞ്ച് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ക്ലാസ് D അഡ്രസ്സിനെ കുറിച്ച് മൾട്ടി കാസ്റ്റിംഗിന് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഇതിനകത്ത് പോയിന്റ് എടുത്തു വന്നിരിക്കുന്നതാണ് അത് 3 സെറ്റ്സ് ഓഫ് അഡ്രസ്സസ് റിസർവ് ഫോർ പ്രൈവറ്റ് അഡ്രസ് സ്പേസസ്. പിന്നെ അടുത്ത ഒന്നുള്ള പ്രൈവറ്റ് അഡ്രസ് സ്പേസ് നെറ്റ്വർക്ക്. ഇതൊരിക്കലും നമ്മുടെ ഒരു പബ്ലിക് യൂസേജിലേക്ക് വരാത്ത റിസർവ് ആയിട്ടുള്ള അഡ്രസ് സ്പേസസ് ആണ് ഇത്. അപ്പൊ ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് ദിസ് എന്ന് പറയുന്ന ദിസ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ദിസ് ഹോസ്റ്റ് എന്ന് പറയുന്ന കേസ്, ലൂപ്പ് ബാക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതേ മൾട്ടി കാസ്റ്റിംഗിന്റെ കോൺസെപ്റ്റ്. ദെൻ അതേപോലെ നമ്മൾ ഇപ്പം മൾട്ടി കാസ്റ്റിംഗ് എന്നുള്ള നമുക്കറിയാം ഒരു നമ്മുടെ ഇത് വന്നില്ലായിരുന്നു
വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് ഒരു മെസ്സേജ് ഒരുപാട് പേർക്ക് ഒന്നിച്ച് മൊബൈലിലൊക്കെ സെൻഡ് ചെയ്തിരുന്നില്ലായിരുന്നോ? ഇന്ന നമ്മുടെ വെള്ളത്തിന്റെ കേസ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെയുള്ള ദുരന്ത മുഖങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മിലിറ്ററി സർവീസിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആട്ടോ ഇത്. പിന്നെ ഉള്ളതാണ് പ്രൈവറ്റ്. അപ്പൊ ഇത്രയും ആണ് ഇതിന്റെ സ്പെഷ്യൽ മീനിങ് ആയിട്ട് യൂസ് വരുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി 9:36 ആയല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും പറഞ്ഞത് ഓക്കെ ആയി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എത്തട്ടെ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ള ജനറൽ ഐഡിയ. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടോകോൾ യൂസ് ചെയ്യേണ്ടി വരുന്നു. പ്രോട്ടോകോൾസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ രണ്ട് രീതിയിൽ കണക്ഷൻ ഓറിയന്റഡ് ആയും കണക്ഷൻ ലെസ് ആയിട്ടും ചെയ്യാം. TCP എന്ന് പറയുന്ന കണക്ഷൻ ഓറിയന്റഡ് ആയിട്ട്, UDP എന്ന് പറയുന്ന കണക്ഷൻ ലെസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. ഇതിന് ഒരു റെഫറൻസ്, അതിനെ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് ഫേസസുകൾ വേണം. അത് സോഫ്റ്റ്വെയർ ലെയറേഴ്സും ഹാർഡ്വെയർ ലെയർ ആയിട്ടും വരുന്ന ആ റെഫറൻസ് മോഡൽ രണ്ട് രീതിയിൽ, OSI റെഫറൻസ് മോഡൽ, TCP IP റെഫറൻസ് മോഡൽ എന്നുള്ള രീതിയിൽ എടുക്കുന്നു. OSIക്കാണ് 7 layers ആണ്. 7 layers ഒരു 4 layer കോൺസെപ്റ്റിലേക്ക് നമ്മൾ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്ത് TCP IP എന്ന് എടുക്കുന്നത്. അതില് TCP IP ഓരോ ഫേസസിനകത്തും ഫിസിക്കൽ ലെയറിൽ വരുന്നു, സോഫ്റ്റ്വെയർ റേഞ്ചിൽ വരുന്നു, ട്രാൻസ്പോർട്ട് ഏരിയയിലേക്കും വരുന്നു. അത് ഹാർഡ് പോർഷൻ ആയിട്ട്, അത് കണക്ഷൻ ഓറിയന്റോ കണക്ഷൻ ലെസ് എന്ന് വയ്ക്കുന്നത്. പിന്നെ പറഞ്ഞ എന്തായിരുന്നു, പിന്നെ അതിനകത്ത് നെറ്റ്വർക്കിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ IP എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വേണം. അതിന്റെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നമ്മൾ എടുത്ത് ബേസ് ചെയ്തതിന് കറസ്പോണ്ടിങ് ഒരു അഡ്രസ് ഉണ്ടാവണം. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുടെ ഹെൽപ്പോട് കൂടി നമ്മുടെ MAC അഡ്രസ് കൺവേർട്ടിംഗ് നെറ്റ്വർക്ക് അഡ്രസ് ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതിനകത്ത് വരുന്ന IP ക്ലാസ്സുകളെ കുറിച്ചാണ് വേർഷൻ 2 IPv4ഉം IPv6ഉം 32 ബിറ്റും 128 ബിറ്റിന്റെ 2 കേസസ് ആയിട്ട് എടുക്കുന്നത്. അതിനകത്ത് വരുന്ന ഡിഫറെന്റ് ക്ലാസ്സുകൾ, ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C എന്ന് പറയുന്ന ഈ ക്ലാസ്സുകൾ തിരിച്ചിരിക്കുന്നത് നെറ്റ്വർക്കിന്റെയും ഹോസ്റ്റിന്റെയും കപ്പാസിറ്റി ബേസ് ചെയ്ത്, നെറ്റ്വർക്ക് ലാർജ് സ്മോള്, മീഡിയം, ലാർജ് നെറ്റ്വർക്ക് കപ്പാസിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ABC എന്ന് പറഞ്ഞ് തിരിച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പർപ്പസുകളെ കുറിച്ചുമാണ് നമ്മൾ ഇത്രയും നോക്കിയത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ, നാളത്തെ ക്ലാസ്സിലേക്ക് നോക്കാവേ.